ഹലോ, നാളെയാണ് എഫ്എമ്മിൻ്റെ എക്സാം. എല്ലാവരും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. എഫ് എം പൊതുവെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല. 2022-23 ആ ഒരു ടൈമിൽ വന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് വലിയ ബുദ്ധിമുട്ടില്ല, എന്നാലും അത് ഒരു പരിചയമില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. CMA ഫൈനൽ ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ഇന്റർലോട്ട് ആഡ് ചെയ്തു. അത് 1-2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, കംപ്ലീറ്റ് വന്നിട്ടില്ല. ഇതിനെ നിങ്ങൾ നാളെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് തോന്നുന്നു ഇതൊക്കെ സിമ്പിളായിട്ട് കവർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റേഴ്സാണ്. ഏതാ? നമ്മുടെ ഈ ഡിവിഡൻഡ് ഡിസിഷൻ, അതേപോലെ ലെവറേജ്, അതേപോലെ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ്. അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഡിവിഡൻഡ്, ഇതില് ഈ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആകെ മെയിൻ ആയിട്ട് വരുന്നത് വാൾട്ടർ, ഗോർഡൻ, അതേപോലെ MM അപ്രോച്ച്. ഗ്രഹാം ആൻഡ് ഡോഡലും ലിൻഡറൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് മൂന്നും നിങ്ങൾ ഇക്വേഷൻ മൈൻഡിൽ ഉണ്ടാവണം. ഏതൊക്കെ? വാൾട്ടർ, ഗോർഡൻസ്, MM അപ്രോച്ച്. വാൾട്ടറിന്റെ ഇക്വേഷൻ ചെയ്യുമ്പോൾ അതിന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആറും കെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി ഇൻ കേസ് ക്വസ്റ്റ്യനിൽ 6 തന്നിട്ടില്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താ? റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ ഫൈൻഡ് ഔട്ട് P0 ആസ് പെർ വോൾട്ടേഴ്സ് മോഡൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ബട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 തന്നു. റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ അവർ തന്നിട്ടുണ്ടാവും. നമ്മൾ ക്ലാസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര വന്നു? 10 ലക്ഷം രൂപ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണ്. 1 ലക്ഷം രൂപ ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, EAES, പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 1 lakh, 1 lakh ഡിവൈഡ് ബൈ 10 lakh. സോ എത്ര പെർസെൻറ്റേജ്? 10%. അതേപോലെ കെ തന്നിട്ടില്ലെങ്കിൽ കെയ്ക്ക് നമ്മൾ വേറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? 1/P = എന്താ? K ആണ്. 1/PE റേഷ്യോ. അപ്പൊ PE റേഷ്യോ 10 ടൈംസ് ആണെങ്കിൽ K = 1/10, അല്ലെങ്കിൽ 1/10 എന്ന് പറഞ്ഞാൽ എത്ര? 0.1. ദാറ്റ് ഈസ് എത്ര? 10%. P8 ആണെങ്കിൽ 1/8 എത്ര വരും? 1/8 എത്ര? 0.12 ആണെങ്കിൽ 12%. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടോ ചെക്ക് ചെയ്യണം. ടൈം ഇല്ല. 1/8 0.125 ആണ്. 0.125. സോ 12.5%. അപ്പൊ ഈ 2 കാര്യം ശ്രദ്ധിക്കുക. നോർമലി ഡയറക്റ്റ് ആയിട്ട് തരാറുണ്ട്. ഇനി തന്നിട്ടില്ലെങ്കിൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. 6 കാണണമെങ്കിൽ എന്താ? റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. സോ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ അവർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മോട് തന്നിട്ടുണ്ട്. മുകളിൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ എന്താ? ടാക്സ് ഒക്കെ കഴിച്ചിട്ട് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അത് ശ്രദ്ധിക്കുക. തന്നിട്ടില്ലെങ്കിൽ അത് രണ്ടും കണ്ടുപിടിക്കണം. K = 1/P ആണെങ്കിൽ P = 1/K ആണ്. അത് നമുക്കറിയാം. ഓക്കെ. പിന്നെ ആ ഡിവിഡൻഡ് ഡിസിഷൻ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ അതില് സിറ്റുവേഷൻസ് തരും. എക്സാമിന് നോർമലി കണ്ടുവരുന്ന പാറ്റേൺ. ഇപ്പം കമ്പനി ഒരു 60% ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ കമ്പനി ഒരു 60% ഡിവിഡൻഡ് കൊടുത്തു. ഇത് ശരിക്ക് വാൾട്ടർ പറഞ്ഞിരിക്കുന്ന പ്രകാരം അങ്ങനെ ഒരു പേ ഔട്ട് റേഷ്യോ ഇല്ല. വാൾട്ടർ പറഞ്ഞിരിക്കുന്ന 2:2 റേഷ്യോ. ഒന്നുകിൽ 0% അല്ലെങ്കിൽ 100%. അപ്പോൾ അത് മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. അത് മാറിപ്പോരുത്. എക്സാം ശ്രദ്ധിക്കാം. ആ പോലെ ശ്രദ്ധിക്കാം. ഏതാ? വെൻ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആർ ഗ്രേറ്റർ ദാൻ KE, ആർ കോസ്റ്റിനേക്കാൾ കൂടുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനിവിടെ ആ ചാപ്റ്റർ ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ആ 3 സ്റ്റോറി ഉണ്ട്. ആർ ഗ്രേറ്റർ ദാൻ കെയും, ആർ ലെസ് ദാൻ കെയും, പിന്നെ ആർ ഈസ് ഈക്വൽ ടു K. ഈ കാര്യം ഓർമ്മിക്കും. ആർ ഗ്രേറ്റർ ദാൻ K ആണെങ്കിൽ ഇത് കമ്പനിയിൽ ആക്ച്വലി സംഭവിച്ച കാര്യമാണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. സോ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഭാഗമായിട്ട് കമ്പനിക്ക് ഒരുപാട് റിട്ടേൺ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീറ്റേൺ ചെയ്യണം. ഒരു പൈസ പോലും ഡിവിഡൻഡ് കൊടുക്കണം. ഊന പഠിച്ച് ആർ ഗ്രേറ്റർ ദാൻ K ആണെങ്കിൽ റിട്ടേൺ ചെയ്യാം. കോസ്റ്റിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്നെങ്കിൽ റിട്ടേൺ ചെയ്യണം. ഇക്വിറ്റി ഷെയറുകളുടെ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിനേക്കാളും കൂടുതൽ റിട്ടേൺ കമ്പനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നെങ്കിൽ റിട്ടേൺ ചെയ്യണം. ഇനി ആർ ലെസ് ദാൻ K, കോസ്റ്റിനേക്കാൾ കുറവാണ് റിട്ടേൺ. കോസ്റ്റിനേക്കാൾ റിട്ടേൺ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ആ ഫണ്ട് അവിടെ വെച്ചിട്ട് വീണ്ടും ഒരുപാട് ലയബിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ കോസ്റ്റിനേക്കാൾ കുറവാണ് റിട്ടേൺ എങ്കിൽ റിട്ടേൺ കൊടുത്ത് ഒഴിവാക്കുക. 100% എന്ത് ചെയ്യുക? ഡിവിഡൻഡ് കൊടുക്കും. അങ്ങനെ നമ്മൾ പഠിച്ചു. ആർ ഈസ് ഈക്വൽ ടു K ആണെങ്കിൽ അവിടെ എന്താ? ദർ ഈസ് നോ ഒപ്റ്റിമൽ പേ ഔട്ട് റേഷ്യോ. MCQ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ MCQ വരും.
അത് ഗോർഡൻ ആണെങ്കിലും വാൾട്ടർ ആണെങ്കിലും ഒക്കെ ഇതേ കോൺസെപ്റ്റ് ആണ്. വെൻ ആർ ഗ്രേറ്റർ ദൻ കെ ഇ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 0. കോൺസെപ്റ്റ് നമുക്കറിയാം, ഇപ്പൊ പറയാൻ ടൈമില്ല, നിങ്ങൾക്കറിയാം. റിട്ടേൺ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീറ്റേൺ ചെയ്യാം. സോ അവിടെ റീഇൻവെസ്റ്റ് ചെയ്യാം, എന്ത് ചെയ്യണ്ട, ഡിവിഡൻഡ് കൊടുക്കണ്ട. ആ സമയത്തായിരിക്കും P0 കൂടുതൽ വരിക. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി കൊണ്ട് ഇക്വേഷൻ മറന്നു പോരുത്. ഇക്വേഷൻ എന്തായിരുന്നു? D പ്ലസ് ഇ മൈനസ് ഡി ഇൻറ്റു ആർ ബൈ കെ ഓൾ ഡിവൈഡ് ബൈ കെ. നിങ്ങൾക്ക് ഏത് ലെറ്റർ ഉപയോഗിക്കാം. അവിടെ നിങ്ങൾ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഡി എന്താ നിങ്ങൾ എടുത്തിരിക്കുന്നത് കൊടുത്താൽ മതി. ഡി സീക്വൽ ടു ഡിവിഡൻഡ് പെർ ഷെയർ. ഈ സീക്വൽ അറിയാലോ, ഈ കാര്യങ്ങൾ ഓർമ്മിക്കാം. ഇതാണ് വോൾട്ടേഴ്സ് മോഡലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഏതില്? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വോൾട്ടേഴ്സ് മോഡൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഒന്നിക്കൽ ആർ തന്നിട്ടുണ്ടാവില്ല, കെ തന്നിട്ടുണ്ടാവില്ല. തന്നിട്ടില്ലെങ്കിൽ പി വെച്ചിട്ട് കെ കണ്ടുപിടിക്കാം, ആർ റിട്ടേൺ വെച്ചിട്ട് ആ റേറ്റ് കണ്ടുപിടിക്കാം. സോ അതോടുകൂടി ഏത് തീരും? വോൾട്ടർ മോഡൽ തീരും. പിന്നെ വരുന്ന ഗോർഡൻസ് മോഡൽ, ഗ്രോത്ത് മോഡൽ. അവിടെ എടുക്കേണ്ടത് D1 ഡിവൈഡ് ബൈ എന്താ? D1 ഡിവൈഡ് ബൈ P0 പ്ലസ് G ആണ്. ഇതാണ് നമുക്ക് ശരിക്കും കെ കണ്ട ഇക്വേഷൻ. ഏതില്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കെ കണ്ട ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ P0 ഈക്വൽ ടു എന്താ? D1 ഡിവൈഡ് ബൈ ഇതിപ്പുറം വരുമ്പോൾ കെ മൈനസ് ജി, സെറ്റ് ഇങ്ങോട്ട് വരും അല്ലെ? കെ മൈനസ് ജി, ഇതാണ് എന്ത് വരിക? P0 വരിക. D1 ഡിവൈഡ് ബൈ കെ മൈനസ് ജി. ഇത് കോൺസെപ്റ്റും കാര്യമൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇപ്പൊ നിങ്ങൾ ഇത് മാത്രം ഒന്ന് ഓർമ്മിക്കുക. ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് ഫൈനലായിട്ട് നമുക്ക് എല്ലാ ഇക്വേഷൻസും ഒന്ന് ഓർമ്മിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, സോ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പഠിച്ച കാര്യം ഒന്ന് സ്പീഡിൽ റിവൈസ് ചെയ്യാണ്. വോൾട്ടേഴ്സ് മോഡൽ ഇക്വേഷൻ എന്താ? ഡി പ്ലസ് ഇ മൈനസ് ഡി ഇൻറ്റു ആർ ഡിവൈഡ് ബൈ കെ ഓൾ ഡിവൈഡ് ബൈ കെ. ഇതിൽ ഗോർഡൻസ് മോഡൽ ഇക്വേഷൻ എന്താ? P0 ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ കെ മൈനസ് D1 എന്ന് പറഞ്ഞ മീനിങ് എന്താ? D1 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ കിട്ടാൻ പോകുന്ന ഡിവിഡൻഡ്, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് കിട്ടാൻ പോകുന്ന ഡിവിഡൻഡ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡിവിഡൻഡ്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കും? ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് തന്നിട്ടുണ്ടാവും. ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി പെയ്ഡ് ആണ്, D0 എടുക്കുക, അല്ലെങ്കിൽ കറന്റ് ഇയർ ഡിവിഡൻഡ്. ഡിവിഡൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറയുമ്പോൾ അത് കിട്ടാൻ പോകുന്ന ഡിവിഡൻഡ്, അല്ലെങ്കിൽ എക്സ്പെക്ടഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു. ബിഗിനിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന ഡിവിഡൻഡ് എപ്പോഴും D1 ആയിട്ട് എടുക്കണം. ചില സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. സാർ ഇത് D1 ആണോ D0 ആണോ എങ്ങനെ മനസ്സിലാവും? അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പെയ്ഡ് എന്നുള്ള ടേം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പെയ്ഡ് D0 ആണ്. ഇനി എക്സ്പെക്ടഡ് എന്ന് പറയുമ്പോൾ അതെന്താ? കൊടുക്കാൻ പോകുന്ന ഡിവിഡൻഡ് D1 മാറിപ്പോരുത്. സോ അതാണ് അവിടെ എനിക്ക് ഗോർഡൻസ് മോഡൽ പറയേണ്ട കേസ്. ഇനി പിന്നെ ജി എന്ന് പറയുന്നത് എന്തായിരുന്നു? പെർപെച്വൽ ഗ്രോത്ത് ആണ്, പെർപെച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. സോ ജി കണ്ട ഇക്വേഷൻ എന്താ? G ഈക്വൽ ടു B ഇൻറ്റു ആർ. ബി എന്ന് പറഞ്ഞ മീനിങ് എന്തായിരുന്നു? ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പെർസെൻറ്റേജ് റിട്ടേൺ ചെയ്തു. സോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 60% ആണെങ്കിൽ റിട്ടേൺ ചെയ്ത റേഷ്യോ 40%. ഇതാണ് ബി, റിട്ടൻഷൻ റേഷ്യോ. ആർ എന്താ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. സോ 40% റിട്ടേൺ ചെയ്തു, അതിന്റെ മുകളിൽ വീണ്ടും 10% നമ്മൾ ഏൺ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? വീണ്ടും ഗ്രോത്ത് വരും 4%. സോ ഗ്രോത്ത് ഉണ്ടാണെങ്കിൽ കമ്പനി റിട്ടേൺ ചെയ്യണം. ആ റിട്ടേൺ ചെയ്തതിന്റെ മുകളിൽ വീണ്ടും ഏൺ ചെയ്യാൻ പറ്റും. സോ ഒരു കമ്പനി റിട്ടേൺ ചെയ്തിട്ട് വീണ്ടും ഏൺ ചെയ്യുമ്പോൾ കമ്പനിക്ക് എന്തുണ്ടാവും? ഗ്രോത്ത് ഉണ്ടാവും. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇത് കാണിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഇക്വേഷൻ വന്നു? ഓപ്പണിംഗ് ബാലൻസ് ഇത്ര ഉണ്ടായിരുന്നു, ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടി. ഇൻട്രസ്റ്റിന്റെ മുകളിൽ അടുത്ത വർഷം വീണ്ടും ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് കിട്ടും. ആ ഫസ്റ്റ് കിട്ടിയ ഇൻട്രസ്റ്റ് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തില്ല? എല്ലാ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും. സോ ഇൻട്രസ്റ്റ് നമ്മൾ വീണ്ടും അവിടെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് വരുമ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയ ഇൻട്രസ്റ്റും ഇനി കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് എന്തായിരിക്കില്ല? സെയിം ആയിരിക്കില്ല. കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് എന്തുണ്ടാവും? ഗ്രോത്ത് ഉണ്ടാവും. സോ ഗ്രോത്ത് വരണമെങ്കിൽ ഫസ്റ്റ് റിട്ടേൺ ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം? അത് വെച്ചിട്ട് ഏൺ ചെയ്യണം. അത് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ജി. ഇനി ചില ക്വസ്റ്റ്യനിൽ ജി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഇക്വേഷൻ ഗ്രോത്ത് B ഇൻറ്റു ആർ കണ്ടുപിടിക്കും. ഇനി വേറെ കേസിൽ ഈ ബിയും ആറും ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, അപ്പോൾ ജി കാണാനുള്ള ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ നേരെ ആ പ്രസന്റ് വാല്യൂ ഇൻറ്റു 1 + R/n is equal to ഫ്യൂച്ചർ വാല്യൂ, ആ ഇക്വേഷൻ ഓർമ്മിക്കും. കഴിഞ്ഞ വർഷം 10 രൂപയാണ് എൻ്റെ കമ്പനിക്ക് ഡിവിഡൻഡ് വന്നത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 11 രൂപ ഡിവിഡൻഡ് കൊടുത്തു. സോ ഡി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഗ്രോത്ത് വന്നിട്ട് ഒരു വർഷം കൊണ്ട് എത്രയും മാറി? 11 രൂപയും. അപ്പൊ ഇത് ഞാനിപ്പം ഇപ്പൊ കൊടുത്ത ഡിവിഡൻഡ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് ഇത്രയും മാറി D1. പ്രസന്റ് വാല്യൂ ഇൻറ്റു 1 + R/n is equal to ഫ്യൂച്ചർ വാല്യൂ. അതേ കോൺസെപ്റ്റിൽ 10 രൂപ ഇത്ര ഗ്രോത്ത് വന്നിട്ട് ഒരു വർഷം കൊണ്ട് 11 മാറി. സോ അങ്ങനെയാണെങ്കിൽ ഗ്രോത്ത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇവിടെ കിട്ടി, ഈ ജി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. സോ 1 + G = 1 is equal to 11 ഡിവൈഡ് ബൈ 10. അത്ര ഒരു 1.1 അറിയാം. സോ അങ്ങനെയാണെങ്കിൽ 1 + G is equal to 1.1.
G is equal to 1.1 minus 1 is equal to 0.1, that is 10%. ഇത് 5 വർഷത്താണെങ്കിൽ 1 plus G 10 രൂപ 5 വർഷം കൊണ്ട് 18 രൂപയെ മാറും. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യും, 10 രൂപ എത്രയോ ഗ്രോത്ത് വന്ന് 5 വർഷം കൊണ്ട് 18 രൂപയെ മാറും. ഇത് സോൾവ് ചെയ്യാൻ എങ്ങനെ? 1 plus G raised to 5 is equal to 18 divided by 10. 18 divided by 10, ഈ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പം വരുമ്പോൾ ഡിവിഷൻ വരും. 18 divided by 10 എന്ന് പറഞ്ഞാൽ എത്ര? 1.8 ആണ്. സോ എനിക്ക് ഏകദേശം ഒരു ഫൈനൽ ഫിഗർ കിട്ടി. അതായത് 1 plus G raised to 5 is equal to 1.8. 18 divided by 10, 1.8. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒന്നുകൂടെ മാറ്റിയതാ. 1 plus G is equal to 1.8 raised to 1/5. ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടേബിൾ തരും. ഏതാ? ഫ്യൂച്ചർ വാല്യൂ, ഇൻഡസ്ട്രി ഫാക്ട്. ഇതിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അതിന് നമുക്ക് കണ്ടുപിടിക്കാം 5 വർഷം കൊണ്ട് എത്ര പെർസെന്റേജ് ഗ്രോത്ത് വരുമാണ് 1.8 ആയി മാറും. ഇത് ടേബിളിൽ തരും. ഇതിന്റെ ടേബിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ബട്ട് നോർമലി നിങ്ങൾക്ക് എക്സാമിന് ജി കാണുന്ന കേസിൽ ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഏതാ? ബി ഇൻറ്റു ആർ. അല്ലെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ടേബിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ആ ടേബിളിൽ ആ ഇയറിന്റെ കോളം നോക്കിയാൽ മതി. 5 വർഷം കൊണ്ട് ഏത് റേറ്റ് വെച്ച് വരുമ്പോഴാണ് 1.8 ആയി മാറുന്നത്. അപ്പോൾ ഞാനത് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇത് കറക്റ്റ് അല്ല, ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന പറഞ്ഞു. നോർമലി നമുക്ക് ജി കാണാൻ വേണ്ടിയിട്ട് ബി ഇൻറ്റു ആർ തരാറുണ്ട്. ഫസ്റ്റ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആകെ വരുന്ന കേസ് ഈ ഗോർഡൻസ് മോഡലിൽ വരുമ്പോൾ ആറും ബിയും മാറുന്നതിനനുസരിച്ചിട്ട് ജി മാറുമ്പോൾ ക്വസ്റ്റ്യനിലെ P0 D1 ഡിവൈഡ് ബൈ K മൈനസ് G. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി കാണാറുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, അടുത്ത വർഷം 40% പേ ഔട്ട് റേഷ്യോ എങ്കിൽ, അപ്പം പേ ഔട്ട് റേഷ്യോ 40 ആണെങ്കിൽ അറിയാം 60% എന്തായിരിക്കും? റിട്ടൻഷൻ ആയിരിക്കും. പേ ഔട്ട് റേഷ്യോ 75% പേ ചെയ്യണം, അതിനർത്ഥം 25% എന്ത് വരും? റിട്ടേൺ ചെയ്യും. അപ്പോൾ ഗ്രോത്ത് റേറ്റ് വീണ്ടും മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ബുക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ആകെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത് 3 ആൾക്കാരാണ്. ഒന്ന് വോൾട്ടേഴ്സ് മോഡലും ഗോർഡൻസ് മോഡലും, പിന്നെ നമ്മളെ അപ്രോച്ചിന്റെ ഇക്വേഷൻ മാത്രം ഓർമ്മിക്കുക. കോൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ഇക്വേഷൻ എന്താ? ഇക്വേഷൻ പറയുന്നത് നിങ്ങൾ ഡിവിഡൻഡ് കൊടുത്താലും ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിലും ഷെയറിന്റെ പ്രൈസിനെ എഫക്ട് ചെയ്താൽ അത് പുള്ളി പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട്. സോ ഇപ്പൊ നമുക്ക് എക്സാമിന്റെ തലേദിവസം നമുക്ക് ഓർമ്മിക്കേണ്ടത് P0 is equal to എന്താ? D1 ഡിവൈഡ് ബൈ P1 എടുത്തു കഴിഞ്ഞു. അടുത്ത വർഷം കിട്ടാൻ പോകുന്ന അസറ്റിന്റെ വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞു. സോ ഇനി നമുക്ക് ഫർദർ ആയിട്ട് ഒന്നും കിട്ടാനില്ല. ഇത് നെക്സ്റ്റ് ഇയറിൽ കിട്ടാവുന്ന ഡിവിഡൻഡും നെക്സ്റ്റ് ഇയറിൽ ഷെയർ വിൽക്കാൻ പോകുന്ന പ്രൈസാണ്. സോ ഇത് അടുത്ത വർഷത്തെ ഇന്നത്തെ വാല്യൂട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രസന്റ് വാല്യൂട്ട് കൺവേർട്ട് ചെയ്യണം. പ്രസന്റ് വാല്യൂ മീൻസ് ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് P0 ഡിവൈഡ് ബൈ 1 plus K. നേരത്തെ K എടുക്കുന്നത് പെർപെച്വൽ ക്യാഷ് ഫ്ലോ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ബൈ K എടുത്ത്. എവിടെ? വോൾട്ടറിന്റെ ഇക്വേഷൻ. ഇത് പെർപെച്വൽ അല്ല, ഇത് അടുത്ത വർഷത്തെ ഡിവിഡൻഡ് എടുത്തു, അടുത്ത വർഷം ഷെയർ വിൽക്കുമ്പോൾ പ്രൈസും കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് രണ്ടാമത്തെ വർഷം നമുക്കൊന്നും കിട്ടുന്നില്ല. സോ ഇത് സിംഗിൾ ടൈപ്പ് ക്യാഷ് ഫ്ലോ ആണ്. ഒറ്റ വർഷം കൊണ്ട് കിട്ടുന്ന ക്യാഷ് ഫ്ലോ. അടുത്ത വർഷം നമുക്ക് ഡിവിഡൻഡും കിട്ടും, അടുത്ത വർഷം പ്രൈസും കിട്ടും. സോ ഇത് അടുത്ത വർഷം കിട്ടുന്ന പ്രൈസാ. ഇന്നത്തെ വാല്യൂലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് 1 plus K. സോ ഇന്നത്തെ വാല്യൂലോട്ട് മാറ്റുമ്പോൾ ഇന്നത്തെ വാല്യൂ അതാണ് P0 മീൻസ് ഇന്നത്തെ പ്രൈസ്, ടുഡേസ് പ്രൈസ്. സോ ഞാൻ ഇങ്ങോട്ട് ഇക്വേഷനിലേക്ക് വരുന്നില്ല, ഇക്വേഷൻ മാത്രം പറഞ്ഞു പോവാണ്. അപ്പൊ നിങ്ങൾ ഡിവിഡൻഡ് മോഡൽ പഠിക്കുമ്പോൾ 3 ഇക്വേഷൻസ് മാത്രം ഓർമ്മിക്കുക. ഏതാ? വോൾട്ടറിന്റെ ഇക്വേഷൻ, അതേപോലെ ഗോർഡന്റെ ഇക്വേഷൻ, അപ്രോച്ചിന്റെ കേസിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ CMA ഫൈനലിലും CA ഫൈനലിലൊക്കെ വരുന്ന കേസസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏതാ? നമ്മുടെ നമ്പർ ഓഫ് ന്യൂ ഷെയർസും അത് ഡിവിഡൻഡ് ഡിക്ലെയർഡ് ഓർ നോട്ട് ഡിക്ലെയർഡ്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ പ്രൈസ് കണ്ടുപിടിക്കണം. P1 ഏത് ഇക്വേഷൻ വെച്ചിട്ട്? P0 is equal to D1 ഡിവൈഡ് ബൈ D1 plus P1 ഡിവൈഡ് ബൈ 1 plus K. ഈ ഇക്വേഷൻ വെച്ചിട്ട് P0 കണ്ടുപിടിക്കും. P0 തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ, നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P1 കണ്ടുപിടിക്കാം. ഇപ്പൊ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ എത്രയാണ് P1, ഡിവിഡൻഡ് നോട്ട് ഡിക്ലെയർഡ് ആണെങ്കിൽ എത്രയാണ് P1. അതിന്റെ ബേസിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? എത്ര ഷെയർ ഇഷ്യൂ ആണ്? നമ്പർ ഓഫ് ന്യൂ ഷെയർസ് കണ്ടുപിടിക്കും. ഈ നമ്പർ ഓഫ് ന്യൂ ഷെയർസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാം? എത്ര ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഫണ്ട് റീറ്റെയിൻഡ് ഉണ്ട്. ഇപ്പൊ നമുക്ക് 10 കോടി ഇൻവെസ്റ്റ് ചെയ്യണം, 5 കോടി രൂപ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്,
ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നില്ലെങ്കിൽ ഈ 10 കോടിയിൽ മുഴുവനും നമുക്ക് 5 കോടി എടുക്കാം. ബാക്കി 5 കോടിക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഷെയർ ഇഷ്യൂ ചെയ്താൽ മതി. അപ്പോൾ ആ സമയത്ത് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ബാക്കി 5 കോടി ഡിവൈഡ് ബൈ എത്ര ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാത്ത സമയത്ത് ഷെയറിന്റെ പ്രൈസ്, അത് വെച്ചിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. നമ്പർ ഓഫ് ന്യൂ ഷെയർസ് കണ്ടുപിടിക്കും. ഇനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കേസിൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കേസിൽ എത്ര P1 എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ P1 എത്ര. ഇനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മളെ റീറ്റേൺ ഏർണിങ്സ് പൈസ കുറഞ്ഞു പോകും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ നിങ്ങൾക്ക് 10 കോടി രൂപയാണ് ടോട്ടൽ ഫണ്ട് വേണ്ടത്, അതിൽ 5 കോടി രൂപ റീറ്റേൺ ഏർണിങ്സ് ഉണ്ട്. ഇപ്പൊ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ 3 കോടി രൂപ ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരണം. 30 ലക്ഷം ഒരു 10 രൂപ വെച്ച് ഡിവിഡൻഡ് കൊടുക്കാം. 30 ലക്ഷം ഇൻറ്റു 10, 30 ലക്ഷം ഷെയർസിന് 10 രൂപ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ 30 ലക്ഷം ഇൻറ്റു 10, 3 കോടി രൂപ ഡിവിഡൻഡ് കൊടുക്കണം. 5 കോടി രൂപ റീറ്റേൺ ഏർണിങ്സ് ഉണ്ട്, 10 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. സോ 5 കോടി ആദ്യം എന്ത് പോയി, 3 കോടി പോയി. എങ്ങനെ, ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു. ബാക്കി എത്ര, 2 കോടി. ബാക്കി 2 കോടി, ബാലൻസ് 2 കോടി. സോ 2 കോടി നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി എടുക്കാം. ടോട്ടൽ വേണ്ടത് 10 കോടി, അതിൽ 2 കോടിയേ മിച്ചമുള്ളൂ. സോ 10 കോടിയിൽ നിന്ന് 2 കോടി മിച്ചം കിടക്കുന്നുണ്ട്. നേരത്തെ 5 കോടി മിച്ചം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ഡിവിഡൻഡ് നോട്ട് ഡിക്ലെയർ ആണ്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കേസിൽ നമ്മൾ റീറ്റേൺ ഏർണിങ്സ് കുറഞ്ഞു പോയി. സോ 2 കോടി, ബാക്കി 8 കോടിക്ക് വേണം എന്ത് ചെയ്യാൻ, ഷെയർ ഇഷ്യൂ. സോ 8 കോടി ഡിവൈഡ് ബൈ P1 ഏതെടുക്കണം, നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കേസിലുള്ള പ്രൈസ് എടുക്കണം. ഇത് അധിക പേർക്ക് മിസ്റ്റേക്ക് വരുന്ന കേസാണ്. അധിക സ്റ്റുഡൻസ് എന്ത് ചെയ്യും, ആ ടെൻഷനിൽ, എക്സാമുള്ള ടെൻഷനിൽ അവർ P1 മാറി. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ P1ഉം ഡിവിഡൻഡ് നോട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ P1 നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി എഴുതി വെക്കണം. എന്നിട്ട് ശ്രദ്ധിച്ച് ആദ്യം വെച്ച് വേണം ഡിവൈഡ് ചെയ്യാൻ. ഇത് രണ്ടും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കാം, പ്രൂഫ്, അതായത് പ്രൂഫ് കാണിക്കാം. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താലും ഡിക്ലെയർ ചെയ്തില്ലെങ്കിലും നോട്ട് ഡിക്ലെയർഡ് ആണെങ്കിലും കമ്പനിയുടെ ടോട്ടൽ വാല്യൂ സെയിം ആയിരിക്കും. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാല്യൂ ഓഫ് ഷെയർസ്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് അതാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരെ എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർസ് പ്ലസ് ന്യൂ ഷെയർസ് ടോട്ടൽ കിട്ടി ഇൻറ്റു എന്ത് ചെയ്യാം, P1 ചെയ്യാം. അതേപോലെ നോട്ട് ഡിക്ലെയർഡ് ആണെങ്കിലും എക്സിസ്റ്റിംഗ് പ്ലസ് ന്യൂ, രണ്ടിടത്തും എക്സിസ്റ്റൻസ് കറക്റ്റ് ആയിരിക്കും. ഡിക്ലെയർ ചെയ്യുമ്പോൾ നോട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ന്യൂ ഷെയർസ് വ്യത്യാസം വരും, അതിനനുസരിച്ച് P1 വ്യത്യാസം വരും. ഓട്ടോമാറ്റിക് രണ്ടും എന്താവും, ഈക്വലോ. ഇതിൽ ഇൻക്രീസ് ചെയ്യുന്ന ഇവിടെ മാറിക്കൊണ്ടിരിക്കും. സോ രണ്ടും എന്താവും, ഈക്വലോ. നമ്മൾ കോൺസെപ്റ്റ് പറഞ്ഞാണ്, ഡിക്ലെയർ ചെയ്താലും ഡിക്ലെയർ ചെയ്തില്ലെങ്കിലും രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ഷെയർ വെച്ചിട്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി വാല്യൂ ഓഫ് ഫേം വെച്ചിട്ട് ചോദിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ലെങ്തി ഇക്വേഷനിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതാ, ടോട്ടൽ ഷെയർ, ഓൾഡ് ഷെയർ ഉണ്ടായിരുന്നു, ഓൾഡ് ഷെയർ പ്ലസ് ന്യൂ ഷെയർ M+N എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻറ്റു P1 I മൈനസ് E ഒക്കെ. ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. അത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, വാല്യൂ ഓഫ് ഫേം എന്നാണ് ചോദിക്കുന്നെങ്കിൽ വാല്യൂ ഓഫ് ഫേം സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, വാല്യൂ ഓഫ് ഫേം ആണ് ചോദിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഇക്വേഷൻ വെച്ചാൽ മതി. ഇനി മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ആണ് ചോദിക്കുന്നെങ്കിൽ, അല്ലെ വാല്യൂ കറക്റ്റ് ആണ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച പോലെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കുക, എന്നിട്ട് P1 കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, അതാണ് നമുക്ക് ആ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഗ്രഹാം ആൻഡ് ഡോട്ട് മോഡൽ ആകെ 2 മാർക്കിന്റെ MCQ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ആ ഇക്വിറ്റി മൾട്ടിപ്ലയർ വെച്ചിട്ട് എടുക്കുന്ന ഇക്വേഷൻസ്. ഓക്കെ, സോ ഇതാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഡിവിഡൻഡ് ഡിസിഷൻ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ, യാതൊരു ഡൗട്ടും ഇല്ല. ആകെ 3 ഇക്വേഷൻസ് മാത്രം മെയിൻ ഫോക്കസ് ചെയ്താൽ മതി. അപ്രോച്ചിൽ ആ വലിയ പ്രോബ്ലം കൂടെ ചെയ്ത് പഠിക്കാം. ഏത്, നമ്മുടെ പുതിയ ഷെയർസ് എത്ര, നമ്പർ ഓഫ് ഷെയർസ് എത്ര. ഓക്കെ, അപ്പൊ ഈ ഡിവിഡൻഡ് ഡിസിഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത്, ലെവറേജ് അനാലിസിസ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിൽ ആകെ 3 തന്നെ പഠിക്കാനുള്ളൂ. ഏതൊക്കെ, ഓപ്പറേറ്റിംഗ് ലെവറേജ്, ഫിനാൻഷ്യൽ ലെവറേജ്, പിന്നെ കമ്പൈൻഡ് ലെവറേജ്. ഇതിന്റെ കോൺസെപ്റ്റിലേക്ക് ഞാൻ പോകുന്നില്ല, ലാസ്റ്റ് ടൈമിൽ നമ്മൾ പോകുന്നില്ല. കോൺസെപ്റ്റ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എല്ലാം നമ്മൾ പറഞ്ഞാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഓർമ്മിക്കുക. അതാ കമ്പൈൻഡ് ലെവറേജിന്റെ ഇക്വേഷൻ എന്താ, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT, അല്ലെങ്കിൽ അതിന്റെ മീനിങ് പഠിച്ചാൽ മതി. മീനിങ് എന്തായിരുന്നു, പേഴ്സണൽ ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പേഴ്സണൽ ചേഞ്ച് ഇൻ സെയിൽസ് ആണ്. സോ ഇവിടുന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് എന്ത് പറഞ്ഞത്, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. അത് എങ്ങനെ വന്നു, എങ്ങനെ ഇക്വേഷൻ വന്നു ഒക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഇക്വേഷൻ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് എന്ന് പറയുമ്പോൾ ശരിക്ക് പേഴ്സണൽ ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പേഴ്സണൽ ചേഞ്ച് ഇൻ സെയിൽസ് ആണ്. അതേപോലെ ഫൈനാൻഷ്യൽ ലെവറേജിന്റെ ഇക്വേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എത്രമാത്രം ചേഞ്ച് ചെയ്തു, എന്തിൽ, EPS, പേഴ്സണൽ ചേഞ്ച് ഇൻ EPS ഡിവൈഡ് ബൈ പേഴ്സണൽ ചേഞ്ച് ഇൻ ഏതാ, EBIT ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എത്രമാത്രം നമ്മുടെ നെറ്റ് റിട്ടേൺ ആയ EPS ചേഞ്ച് ചെയ്തു. അവിടെ നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് ഇഗ്നോർ ചെയ്തിട്ടാണ് ആ ഒരു ഇക്വേഷനിലേക്ക് വന്നിരിക്കുന്നത്. അത് ഡിറൈവ് ചെയ്തിട്ടാണ് ഫൈനൽ ഇക്വേഷൻ വന്നിരിക്കുന്നത്. ഏതാ, സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ഇക്വേഷൻ വന്നു, EBIT ഡിവൈഡ് ബൈ EBT. അത് ഞാൻ ക്ലാസ് റൂമിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇക്വേഷനിലേക്ക് എത്തിയത്. അടുത്ത് നമ്മൾ ലാസ്റ്റ് ചെക്ക് ചെയ്യുന്നത് കമ്പൈൻഡ് ലെവറേജ് ആണ്. അവിടെ നമ്മൾ 2 റിസ്കും കൂടെ കമ്പയർ ചെയ്യാം.
ഓപ്പറേറ്റിംഗ് റിസ്ക്, ബിസിനസ് റിസ്ക്കും അതേപോലെ ഫൈനാൻഷ്യൽ റിസ്ക്കും. ഓപ്പറേറ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റും ഫിനാൻഷ്യൽ ഫിക്സ്ഡ് കോസ്റ്റായി ഇൻട്രസ്റ്റും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഡിക്രീസ് ആയി പോകുമ്പോൾ എത്രമാത്രം നമ്മുടെ പ്രോഫിറ്റിന് ഇമ്പാക്ട് ഉണ്ടാവും, പ്രോഫിറ്റ് എത്രമാത്രം കുറഞ്ഞു പോകും. ഇൻ കേസ് നമുക്ക് ഇതൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം, എത്രമാത്രം ചേഞ്ചസ് വരും, സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്ര ഡബിൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെ ചെക്ക് ചെയ്യാൻ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് റിസ്ക് രണ്ടും കമ്പൈൻ ചെയ്യാം. ഓപ്പറേറ്റിംഗ് റിസ്ക്കും അതേപോലെ ഫൈനാൻഷ്യൽ റിസ്ക്കും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് കമ്പൈൻ ലെവറേജ്. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആവും ലാസ്റ്റ് ഫൈനലും. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലും പിന്നെ അതേപോലെ തന്നെ EPS ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. ഫസ്റ്റ് നടക്കുന്ന സെയിൽസാ. സെയിൽസിന് ഒരു ചേഞ്ചസ് വരുമ്പോൾ EPS എത്രമാത്രം ചേഞ്ചസ് ഉണ്ട് അത് കമ്പൈൻ ചെയ്തിട്ട് അറിയണം. ബിറ്റ്വീൻ രണ്ട് കോസ്റ്റ് മീറ്റ് ചെയ്യാണ്ട്, ഏതൊക്കെ ഓപ്പറേറ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റും ഫൈനാൻഷ്യൽ ഫിക്സ്ഡ് കോസ്റ്റായി ഇൻട്രസ്റ്റും. അപ്പൊ നമുക്ക് ചേഞ്ചസ് അറിയണം, ഡിസ്പ്രപ്പോർഷനേറ്റ് ചേഞ്ച്. അതുകൊണ്ടാണ് ഇവിടെ ലെവറേജ് എന്ന ടേം വന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, കോൺസെപ്റ്റിലേക്ക് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ടൈമില്ല. അപ്പൊ നമുക്ക് ഇക്വേഷൻസ് അറിയാം. ഇനി നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ സിംപ്ലിഫൈ ചെയ്ത ഇക്വേഷൻ അറിയാം. ഏതാ? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ഡിവൈഡ് ബൈ EBT, അതേപോലെ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBT. ഈ 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാം. ഇനി ചെയ്യുമ്പോൾ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ഡാറ്റ കിട്ടിയിട്ടില്ലെങ്കിൽ ചുമ്മാ റിവേഴ്സ് വർക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സെയിൽസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് മാത്രം പറയുകയാണെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. കിട്ടുന്ന റിസൾട്ട് എന്താ? EBIT. ഇതെന്താ? പ്രോഫിറ്റാ. ഇതെന്ത് പ്രോഫിറ്റാ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാ. കംപ്ലീറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അടുത്ത ഫിക്സഡ് കോസ്റ്റ് ഏതാ? ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. അതുകൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? EBT കിട്ടി. ഇനി ടാക്സ് ഉണ്ടെങ്കിൽ അതറിയണം, ടാക്സ് മൈനസ് ചെയ്യും. ടാക്സ് മൈനസ് ചെയ്യുമ്പോൾ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സിന് നമ്മൾ എന്ത് കൊടുക്കും? പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കും. പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഏർണിംഗ്സ് അവൈലബിൾ ടിക്കറ്റ് ഷെയർ ഹോൾഡേഴ്സ്. ഈ പാറ്റേൺ നിങ്ങൾക്ക് അറിയണം, ഇത് ഓർമ്മയിലുണ്ടാവും. ഇതാണ് വരുന്നത് ഏർണിംഗ്സ് അവൈലബിൾ ടിക്കറ്റ് ഷെയർ ഹോൾഡേഴ്സ്. അതിന് എന്ത് പോകും? അതിന് ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കും. ബാക്കി എന്താ? റിട്ടേൺ ഏർണിംഗ്സ്. ഇതാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ കംപ്ലീറ്റ്. ഇത് ഇവിടുന്ന് റിവേഴ്സിലൂടെ ചെയ്യാൻ പറ്റണം, റിവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റണം. ഇത് നമുക്കറിയാം. ഇങ്ങനെയാണ് പോകും. ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്തായിരുന്നു? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിനാൻസ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഡിബഞ്ചറോ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കൊണ്ടുവന്നെങ്കിൽ അവർക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും. ഇപ്പൊ പ്രിഫറൻസ് ഡിവിഡൻഡ് 10,000 രൂപ കൊടുക്കണം എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് 20,000 രൂപ അടക്കണം. സോ ഇത് രണ്ടും കൊടുക്കുകയാണെങ്കിൽ കമ്പനിക്ക് ലോസ് ഇല്ല. ഇനി ഇത് കൊടുക്കാൻ പറ്റുന്നില്ല, ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കമ്പനി ലോസിലേക്ക് പോയി. അപ്പൊ ഇത് രണ്ടും മീറ്റ് ചെയ്യണമെങ്കിൽ എത്ര പൈസ ഏൺ ചെയ്യണം, എത്ര EBIT വരണം? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എനിക്ക് പറയാം, EBITന്റെ ഒരു ലെവലാണെന്ന് പറയാം. സോ എത്ര EBIT കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 20,000 രൂപ ഇൻട്രസ്റ്റും 10,000 രൂപ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും. സോ ഇക്വേഷൻ എന്താ? സാറേ 10, 20, 30,000 കിട്ടിയാൽ പോരെ? 30,000 കിട്ടിക്കഴിഞ്ഞാൽ 20,000 ഇൻട്രസ്റ്റും ബാക്കി 10,000 രൂപ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്താൽ പോരെ? അല്ല, 30,000 രൂപ കിട്ടുമ്പോൾ നമുക്ക് ഓക്കെ EBIT 30,000 കിട്ടിയെന്ന് വിചാരിക്കും. 30,000 കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രസ്റ്റ് കൊടുത്തു, 20,000 ഇൻട്രസ്റ്റ് കൊടുത്തു, ബാക്കി എത്ര? 10,000. അത് EBIT ആവുന്നുള്ളൂ. EBITന്ന് ടാക്സ് പോകും, കാരണം പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നത് ടാക്സിന് ശേഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് 10,000 രൂപ കൊടുക്കണമെങ്കിൽ അതും ടാക്സ് ഇറക്കേണ്ട പൈസ കൂടെ കിട്ടണം. അപ്പോൾ ഇക്വേഷൻ എന്താ? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇക്വേഷൻ പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാക്സ്. അപ്പോൾ 10,000 ഡിവൈഡ് ബൈ 50% ടാക്സ് ആണെങ്കിൽ 20,000 നിങ്ങൾക്ക് എന്ത് കിട്ടണം? ഏർണിംഗ്സ് ബിഫോർ ടാക്സ് കിട്ടണം. ഏർണിംഗ്സ് ബിഫോർ ടാക്സ് 20,000 കിട്ടിയിട്ട് അതിൽ നിന്ന് 10,000 രൂപ ടാക്സ് പോയി, ബാക്കി 10,000 എന്തുണ്ടാവും? പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടാവും. സോ 10,000 പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏർണിംഗ്സ് അവൈലബിൾ ടിക്കറ്റ് ഷെയർ 0 ആണ്, നെഗറ്റീവ് അല്ല, പോസിറ്റീവ് അല്ല. സോ ബ്രേക്ക് ഇവൻ ആയി, നെഗറ്റീവ് അല്ല, പോസിറ്റീവ് അല്ല, ബ്രേക്ക് ഇവൻ ആയി. ബ്രേക്ക് ഇവൻ ആണെങ്കിൽ EBIT എത്ര വരണം? 20,000 വരണം. 20,000 EBIT വന്നു കഴിഞ്ഞാൽ 10,000 രൂപ ടാക്സ് പോകും, ബാക്കി 10,000 രൂപ എന്ത് കൊടുക്കാം? പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാം. ഫൈനാൻസ് കൊണ്ടുവന്ന ഭാഗമായിട്ട് നമ്മൾ എല്ലാ ലയബിലിറ്റി മീറ്റ് ചെയ്തു, ഇൻട്രസ്റ്റ് കൊടുത്തു, അതേപോലെ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തു. ഇത് രണ്ടും കൊടുക്കണമെങ്കിൽ ഞാൻ 20ന്റെ കൂടെ 10,000 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ 20,000 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കണമെങ്കിൽ ടോട്ടൽ EBIT 40,000 രൂപ ഏൺ ചെയ്യണം. 40,000 രൂപ EBIT കിട്ടിയാൽ മാത്രമേ എൻ്റെ രണ്ട് കാര്യങ്ങൾ നടക്കുള്ളൂ. 40,000 രൂപ EBIT കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 20,000 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കാം, ബാക്കി 20,000 രൂപ 10,000 രൂപ ടാക്സ് അടിച്ച് ബാക്കി 10,000 രൂപ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കും. സോ ഇക്വേഷൻ പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാക്സ് പ്ലസ് ഇൻട്രസ്റ്റ്. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇക്വേഷൻ. ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ പഠിച്ച് പോയതാണ്, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ടോപ്പിക്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിച്ചല്ലോ. പിന്നെ അതേപോലെ ഞാൻ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പറഞ്ഞത്. ഈ ലെവറേജ് എന്ന ചാപ്റ്ററും പിന്നെ ഇവിടത്തേക്ക് വരുമ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ, അവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഇത് കാണാം, ഇൻഡിഫറൻസ് ലെവൽ ഓഫ് EBIT. അതും കൂടെ ഒന്ന് ഓർമ്മിക്കും. ഇൻഡിഫറൻസ് ലെവൽ ഓഫ് EBIT എന്ന് പറഞ്ഞ മീനിങ് നിങ്ങൾക്ക് അറിയാം. ഇൻഡിഫറൻസ് ലെവൽ ഓഫ് EBIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് EBITന്റെ ഒരു ലെവലാണ്. അത്ര EBIT വരുമ്പോൾ
നിങ്ങൾക്ക് എങ്ങനെ ക്യാപിറ്റൽ കൊണ്ടുവന്നാലും ഓപ്ഷൻ 1 ഓപ്ഷൻ 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ 1 100% ഇക്വിറ്റി, ഓപ്ഷൻ 2 50% ഇക്വിറ്റി 50% പ്രിഫറൻസ് ഷെയർ, അല്ലെങ്കിൽ 50% ഇക്വിറ്റി 50% ഡെപ്റ്റ്, എങ്ങനെ വരാം, ഓരോ ഓപ്ഷൻ. നിങ്ങൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്താലും, ഓപ്ഷൻ 1 എടുത്താലും ഓപ്ഷൻ 2 എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന EBIT, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയട്ടെ, 10 ലക്ഷം രൂപയാണ് EBIT കിട്ടുന്നതെങ്കിൽ, 10 ലക്ഷം രൂപയാണ് EBIT കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്താലും അവിടെ വരുന്ന EPS 0 അല്ല. 0 ആണെങ്കിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ഉണ്ട്. EPS എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ഓപ്ഷനിൽ EPSഉം ഈ ഓപ്ഷനിൽ EPSഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ രണ്ട് ഓപ്ഷനിലും EPS സെയിം ആണെങ്കിൽ എത്ര EBIT കിട്ടണം? അതിനാണ് ഇൻഡിഫറൻസ് ലെവൽ ഓഫ് EBIT എന്ന് പറയുന്നത്. അത് നമ്മൾ ഇക്വേഷൻ വെച്ചല്ലേ ചെയ്തത്. നമ്മൾ ചെയ്തെന്താ, ഈ ഓപ്ഷനിൽ EPS കണ്ടുപിടിക്കുന്ന സംഭവം. എങ്ങനെ EPS കണ്ടുപിടിക്കുക? ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അത് ഈക്വൽ ടു ഇവിടെയും ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. EISലേക്ക് എങ്ങനെ വരിക? ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിലേക്ക് വരുന്ന കേസസ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുക, രണ്ട് ഇക്വേഷൻ കൊടുക്കുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, എന്ത് കണ്ടുപിടിക്കുക? ഇൻഡിഫറൻസ് ലെവൽ ഓഫ് EBIT കണ്ടുപിടിക്കുക. അതിന്റെ മീനിങ് എന്താ? ഇൻഡിഫറൻസ് ലെവൽ ഓഫ് EBIT എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? 10 ലക്ഷം എന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ ബിസിനസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇൻകം ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ, ഏതിനേക്കാൾ? ഇൻഡിഫറൻസ് ലെവലിനേക്കാൾ കൂടുതൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇൻകം കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷനിൽ എവിടെയാണോ ഡെപ്റ്റ് കൂടുതലുള്ളത് ആ ഫണ്ട് ചൂസ് ചെയ്യണം. അതാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ EPS ഇൻക്രീസ് ചെയ്യുള്ളൂ. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നുള്ള ടേമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന്റെ റിട്ടേൺ ഇൻക്രീസ് ചെയ്യിക്കുക. എങ്ങനെ? നമ്മൾ ഔട്ട്സൈഡേഴ്സിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട്. അതിന് പറഞ്ഞ വേർഡാണെന്ത്? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. നമുക്കറിയാം. സോ ഇപ്പൊ നമ്മൾ എപ്പോഴാണ് ഔട്ട്സൈഡേഴ്സിന്റെ ഫണ്ട് കൂടുതൽ യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഡെപ്റ്റ് ഫണ്ട് ഡിക്രീസ് ചെയ്യേണ്ടത്? ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യാൻ പാടില്ല, റിസ്ക് കൂടും. അത് എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിനാണ് നമ്മൾ ഇൻഡിഫറൻസ് ലെവൽ ഓഫ് EBIT കണ്ടുപിടിക്കുന്നത്. വൺസ് ഈ പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ആൻസർ കിട്ടി, 10 ലക്ഷം രൂപ EBIT കിട്ടുന്നതാണെങ്കിൽ ഏത് ലെവൽ എടുത്താലും, നിങ്ങൾ ഡെപ്റ്റ് കൊണ്ടുവരാണെങ്കിലും അല്ലെങ്കിൽ ഡെപ്റ്റ് കുറവുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ EPS സെയിം ആയിരിക്കും. അപ്പൊ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൽ നിന്നും എനിക്ക് 10 ലക്ഷം കിട്ടില്ല, അതിൽ കുറവാണ് കിട്ടുന്നത്, 4 ലക്ഷം കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെപ്റ്റ് എടുക്കാൻ പോകരുത്. ഡെപ്റ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ EPS കുറഞ്ഞു പോകും. നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ. EPS ഇൻക്രീസ് ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെപ്റ്റ് ഫണ്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാനേ പാടില്ല. ബട്ട് ഇൻഡിഫറൻസ് ലെവലിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് EBIT കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൽ 10 ലക്ഷത്തേക്കാൾ കൂടുതൽ കിട്ടും. ഒരു 12 കിട്ടും, അല്ലെങ്കിൽ 10,50,000 കിട്ടും, 10,00,000 രൂപ കിട്ടും. സോ 10 ലക്ഷത്തേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഔട്ട്സൈഡേഴ്സിന്റെ ഫണ്ട് വരുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. അവിടെ ഇക്വിറ്റി കുറയ്ക്കാം. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഏർണിങ്സ് കൂടുതൽ കിട്ടുമ്പോൾ ഷെയറിന്റെ എണ്ണം കൂടിക്കാനോ ഒരാൾക്ക് വലിയ EPS ഒന്നും കിട്ടില്ല. ഷെയർസിന്റെ എണ്ണം കുറയ്ക്കണം, എന്നാൽ EPS കൂടുള്ളൂ. സോ ഇൻഡിഫറൻസ് ലെവലിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്ന EBIT എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെപ്റ്റ് ഫണ്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. നേരെ തിരിച്ചാണ്. ഇൻഡിഫറൻസ് പോയിന്റ് അത്ര പോലെ നമുക്ക് എന്ത് കിട്ടില്ല? നമ്മൾ ചെയ്യാൻ പോകുന്ന EBIT ഉണ്ട്, ബട്ട് 10 ലക്ഷം ഒന്നും കിട്ടുന്നില്ല, ഒരു 3 ലക്ഷം അല്ലെ 10 ലക്ഷത്തേക്കാൾ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കാൻ പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? EPS കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് ഡെപ്റ്റ് ഫണ്ട് തീരെ കുറവ്, ആ ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതിനാണ് നമ്മൾ ഇൻഡിഫറൻസ് ലെവൽ പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ അതിന്റെ കോൺസെപ്റ്റ് കാര്യമൊക്കെ ക്ലാസ്സിൽ പറഞ്ഞാണ്. യെസ്, അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ആ ചാപ്റ്ററിൽ പറയാനുള്ളത്. ക്യാപിറ്റൽ സ്ട്രക്ചറിലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണാം. ഏതാ? ആ വാല്യൂ ഓഫ് ഫേമിന്റെ ഇക്വേഷൻ കാണാം. ആ വാല്യൂ ഓഫ് ഫേമിന്റെ ഇക്വേഷൻ നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച്, അപ്രോച്ച്, വിത്ത് ടാക്സ്, വിത്തൗട്ട് ടാക്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ മെയിൻ ആയിട്ട് വരുന്ന ഏരിയ ഈ നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് ഒക്കെ ചെറിയ ചെറിയ മാർക്സ്. മെയിൻ ആയിട്ട് വരുന്നത് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ തന്നെയാണ്. ഏത് ഓപ്ഷനിലൂടെ ക്യാപിറ്റൽ കൊണ്ടുവരണം, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. ചില ക്വസ്റ്റ്യനിൽ അവർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ആയിരിക്കും കാണിക്കുക, അതായത് EPS ഇൻക്രീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് EPS എവിടെ കിട്ടും ആ ഓപ്ഷൻ ചൂസ് ചെയ്യാം. ചില കേസിൽ ഇങ്ങനെ തരും, EPS അല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്. അവർ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ അവർ പറയുന്നത് MPS എവിടെ കൂടുതൽ, വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. FMന്റെ രണ്ട് ഒബ്ജക്റ്റീവ് ഉണ്ട്, ഏതൊക്കെയാ? പ്രോഫിറ്റ് മാക്സിമൈസേഷനും അതേപോലെ വെൽത്തും. സോ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് നോക്കണം. ക്വസ്റ്റനിൽ ഇങ്ങനെ തരാണ്, ഓപ്ഷൻ 1 ഡാറ്റ തന്നു, ഓപ്ഷൻ 2 ഡാറ്റ തന്നു, ഓപ്ഷൻ 3 ഇതിൽ ഏതാണ് ബെസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ? അതാണെങ്കിൽ ഏതാണ് ബെസ്റ്റ് EPS അത് കണ്ടുപിടിച്ചാൽ മതി. ബേസ്ഡ് ഓൺ വെൽത്ത് മാക്സിമൈസേഷൻ അങ്ങനെയാണെങ്കിൽ ഏതിനാണ് MPS കൂടുതൽ? MPS കാണേണ്ട ഇക്വേഷൻ നമുക്ക് ഇത് യൂസ് ചെയ്യാം. MPS PE റേഷ്യോയുടെ ഇക്വേഷൻ എടുക്കാം. എന്താ? EPS ഇൻറ്റു പ്രൈസ് ഏർണിങ്സ് റേഷ്യോ, PE റേഷ്യോ. സോ ഇവിടെ നമ്മൾ PE റേഷ്യോയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം.
പി റേഷ്യോ എം പി എസ് ഡിവൈഡ് ബൈ ഇ പി എസ്, പ്രൈസ് ഡിവൈഡ് ബൈ ഇ, പി ഇ, പ്രൈസ് ഡിവൈഡ് ബൈ പി ഇ റേഷ്യോ 5 ടൈംസ്. മീനിങ് എന്താ? പി ഇ റേഷ്യോ 5 ടൈംസ്, പ്രൈസ് 100 രൂപ, ഇ പി എസ് 20 രൂപ. മീനിങ് എന്താ? എത്രയാണോ ഇ പി എസ് അതിന് 5 ഇരട്ടിയാണ് എന്ത് വരിക? പ്രൈസ് വരിക. എത്രയാണോ ഇ പി എസ് അതിന് 5 ഇരട്ടിയാണ് പ്രൈസ് വരിക. അതുകൊണ്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. ഒരു കമ്പനിയുടെ ഇ പി എസ് എത്രയാണോ, അപ്പോൾ ഒരു കമ്പനിയുടെ ഇ പി എസ് എത്രയാണെങ്കിൽ എത്രമാത്രം മാർക്കറ്റ് പ്രൈസ് വരുന്നുണ്ട്, അത് എത്രയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രൈസ് ഏർണിംഗ് റേഷ്യോ നമ്മൾ ചെക്ക് ചെയ്യാൻ. ഈ പ്രൈസ് ഏർണിംഗ് റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ പല കേസിനും ഒരുപാട് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതില് പ്രൈസ് ഏർണിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഇ പി എസ് തരാണെങ്കിൽ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ തന്നിട്ട് ഇ പി എസ് തരാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എം പി എസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇ പി എസ് ഇൻറ്റു പ്രൈസ് ഏർണിംഗ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എം പി എസ് കിട്ടും. 20 × 5 എന്ത് കിട്ടി? 100 കിട്ടി. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കാം. എം പി എസ് ഡിവൈഡ് ബൈ പി ഇ എന്ത് കിട്ടും? ഇ പി എസ് കിട്ടും. ഓക്കെ, എം പി എസ് ഡിവൈഡ് ബി പി എസ് എന്ത് കിട്ടും? പ്രൈസ് ഏർണിംഗ്സ് കിട്ടും. ഇതേപോലെ തന്നെ നമ്മൾ പഠിച്ചത് കെ ഇസ് ഈക്വൽ ടു ഇ ഡിവൈഡ് ബൈ പി പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ പി ഇസ് ഈക്വൽ ടു പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഈക്വൽ ടു പി ഡിവൈഡ് ബൈ ഇ, എം പി എസ് ഡിവൈഡ് ബി. ഇപ്പൊ കെയും പ്രൈസ് ഏർണിംഗ് റേഷ്യോ നമ്മൾ കണക്ട് നേരെ തിരിച്ചു വരും. സോ കെ ഇസ് ഈക്വൽ ടു 1 ബൈ പി ഇ അല്ലെ, അങ്ങനെ പഠിച്ച്. പി ഇസ് ഈക്വൽ ടു എന്താ? 1 ബൈ കെ ഇ. അതുകൊണ്ട് അങ്ങനെ തിരിച്ചിരുന്നു. കെ ഇ കാണുമ്പോൾ ഡിവിഡൻഡ് മോഡൽ കാണാം, ഏർണിംഗ്സ് മോഡൽ കാണാം, ഗ്രോത്ത് മോഡൽ കാണാം, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ കാണാം, റിയലൈസ് റീൽഡ് മെത്തഡ്, ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? കെ കണ്ടു. ആ മെത്തേഡിൽ രണ്ടാമത്തെ അപ്രോച്ചാണ് ഏർണിംഗ്സ് അപ്രോച്ച്. ഏർണിംഗ്സ് മോഡൽ നമ്മൾ കെ കണ്ട ഇക്വേഷൻ ഇ ഡിവൈഡ് ബൈ പി ആണ്. ഏർണിംഗ്സ് പെർ ഷെയർ ഡിവൈഡ് ബൈ പ്രൈസ് ആണ്, കറണ്ട് മാർക്കറ്റ് പ്രൈസ്, P0. നിങ്ങൾ NP എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാ. പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഇക്വേഷൻ എന്താ? പി ഡിവൈഡ് ബി, P0 ഡിവൈഡ് ബൈ ഇ പി എസ്. P0 മീൻസ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്, MPS ഡിവൈഡ് ബി പി എസ്. അങ്ങനെയാണെങ്കിൽ രണ്ടും കണക്റ്റഡ് ആണ്. തിരിച്ചിട്ടാൽ പി കിട്ടും. ഓക്കെ, സോ 1 ബൈ പി ഇസ് ഈക്വൽ ടു കെ, 1 ബൈ കെ ഇസ് ഈക്വൽ ടു പി. ഇത് മറന്നു പോരുത്. വോൾട്ടേഴ്സിന്റെ ഇക്വേഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഒത്തിരി സ്ഥലത്തൊക്കെ നമ്മൾ FM എല്ലാം കണക്റ്റഡ് ആ ചാപ്റ്റേഴ്സ് ഒക്കെ, അവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ക്ലാസ് പറഞ്ഞാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഓർമ്മിപ്പിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എനിക്ക് മെയിനായിട്ട് ഇപ്പൊ നിങ്ങളോട് പറയാൻ അത്രയേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ടൈം എടുത്ത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഏതിന്? ഓപ്ഷൻ 1 ഉം 2 ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നോക്കണം, ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബഞ്ചറിന്റെ എമൗണ്ട് നോക്കണം, ലോൺ നോക്കണം, ഇൻട്രസ്റ്റ് എത്ര വരും, എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ എക്സിസ്റ്റിംഗ് ഡിബഞ്ചർ ഉണ്ടോ ചെക്ക് ചെയ്യണം, എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ് ഉണ്ടോ നോക്കണം, പുതിയ ഷെയർ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യണം. ഇതൊക്കെ വെച്ചിട്ടായിരിക്കണം നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ഷെയർസ് വെച്ചിട്ടാണെങ്കിൽ EPS കണ്ടുപിടിക്കേണ്ടത്. മറന്നു പോകരുത്. ശ്രദ്ധിച്ച് ഓരോ ഓപ്ഷനിലും എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ശ്രദ്ധിച്ച് എക്സാമിന് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ഓപ്ഷൻ 1 എത്ര ഇക്വിറ്റി ഷെയർസ് വരും, ഓപ്ഷൻ 2 എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് കമ്പനി ആണെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർസിന്റെ കൂടെ ന്യൂ ഷെയർസും കൂടെ എടുക്കേണ്ടി വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. എത്രയാണ് കിട്ടാൻ പോകുന്ന EBIT, അത് വെച്ചിട്ട് വേണം EPS MPS ഒക്കെ കണ്ടുപിടിക്കാൻ. ഓക്കെ, അതാണ് ഈ ഒരു ഏരിയയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി വെരി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററായ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ശരിക്കും 2 ചാപ്റ്ററാണ്. ഒന്ന് റിസീവബിൾസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഫ് റിസീവബിൾസ്. അത് ശരിക്കും ഒരു ടോപ്പിക്കാണ്. ഇത് മാത്രം നിങ്ങൾക്ക് എക്സാമിന് ഒരു 10 മാർക്ക് വരെ വെയിറ്റ് ചെയ്യുന്ന സംഭവമാണ് റിസീവബിൾസ് മാനേജ്മെന്റ്. അല്ലെങ്കിൽ 7 2 MCക്കും വരും. റിസീവബിൾസ് മാനേജ്മെന്റിൽ നിങ്ങൾ ഏത് പോളിസിയാണ് ബെസ്റ്റ്, പ്രപ്പോസഡ് പോളിസി 1, 2, 3 ഇതിൽ ഏതാണ് ബെസ്റ്റ്? കമ്പനിക്ക് ഓൾറെഡി ക്രെഡിറ്റ് സെയിൽസ് ഇപ്പോൾ കമ്പനിക്കുണ്ട്, ക്രെഡിറ്റ് പോളിസീസ് കമ്പനിക്കുണ്ട്. ഇപ്പൊ കമ്പനി കൊടുക്കുന്നത് 30 ദിവസത്തെ ഡേയ്സ് ആണ്. കമ്പനി 60 ദിവസം കൊടുക്കണോ, 45 ദിവസം കൊടുക്കണോ, 50 ദിവസം കൊടുക്കണോ, അല്ലെങ്കിൽ 1 month, 2 month, 3 months, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഏതാണ് ബെസ്റ്റ്? അപ്പൊ നമ്മൾ പഠിച്ചത് എവിടെയാണോ നെറ്റ് പ്രോഫിറ്റ് അല്ല, എവിടെയാണ് നെറ്റ് ബെനിഫിറ്റ്സ്. നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ബെനിഫിറ്റ്സും ഡിഫറൻസ്. ഈ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ബുക്കിൽ കാണുന്ന പ്രോഫിറ്റ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. ബട്ട് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബുക്കിൽ കാണാത്തൊരു കോസ്റ്റ് കൂടെ മൈനസ് ചെയ്യും. ഏത് കോസ്റ്റാണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ അതും കൂടെ മൈനസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് നെറ്റ് ബെനിഫിറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ പ്രോഫിറ്റിന്റെ ബേസിൽ ഈ ഓപ്ഷനാണ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് റിസീവബിൾസ് മാനേജ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രോഫിറ്റിന്റെ ബേസിലല്ല ഫൈനൽ ആൻസർ കൊടുക്കാം. പ്രോഫിറ്റ് കൂടി എന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മൾ പ്രോഫിറ്റ് കൂടുമ്പോൾ ഇപ്പം മേ ബി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒരുപാടുണ്ടോ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടെ മൈനസ് ചെയ്തിട്ട് വേണം എന്ത് കണ്ടുപിടിക്കാൻ? നെറ്റ് ബെനിഫിറ്റ്സ് കണ്ടുപിടിക്കാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് മുകളിൽ പോയി മൈനസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ ടാക്സ് ഒക്കെ കഴിച്ച് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാത്രമേ നമുക്ക് എന്തെടുക്കൂ, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി മാത്രമേ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസിഡർ ചെയ്യൂ. നിങ്ങൾ എവിടെയെങ്കിലും +1 + 2 നമ്മൾ എവിടെയും എന്ത് നോക്കുന്നില്ല, ബുക്കിലൊന്നും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്തിട്ട് നിങ്ങൾ നോർമലി ബുക്ക് പ്രകാരമുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അതെന്തൊക്കെയാ? ക്രെഡിറ്റ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ്
മൈനസ് ബാഡ് ഡെപ്റ്റ്സ്, ക്യാഷ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ മൈനസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ടാക്സ് ഉണ്ടെങ്കിൽ ബിഫോർ ടാക്സ് മൈനസ് ടാക്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അതിൽ നിന്ന് മൈനസ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മൈനസ് എന്ത് കിട്ടും? നെറ്റ് ബെനിഫിറ്റ്സ് കിട്ടും. ഏതിലാണോ നെറ്റ് ബെനിഫിറ്റ്സ് കൂടുതൽ അതായിരിക്കും ബെസ്റ്റ്. അത് ടോട്ടൽ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ അപ്രോച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ തീരുമാനിക്കാം. ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ഡിസ്കൗണ്ട് ടൈമൊക്കെ നിങ്ങൾക്ക് അറിയാം. 2/10 നെറ്റ് 45 days. ഇതിന്റെ മീനിങ് എന്താ? 2% ഡിസ്കൗണ്ട് കിട്ടും 10 ദിവസത്തിൽ പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ 45 ദിവസത്തിൽ പേയ്മെന്റ് ഫുള്ള് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് മീനിങ്. 2% ഡിസ്കൗണ്ട് കിട്ടും. ഏത് കസ്റ്റമറാണ് 10 ദിവസത്തിൽ പേയ്മെന്റ് നടത്തുന്നത് അവർക്ക് 2% ഡിസ്കൗണ്ട് കിട്ടും. അല്ലാത്ത പക്ഷം അവർ 45ാമത്തെ ദിവസം ഫുൾ പേയ്മെന്റ് അടക്കേണ്ടി വരും. അതറിയാം, അത് ഡിസ്കൗണ്ട് ടൈമാണ്. ബട്ട് എന്ന് വെച്ചിട്ട് കളക്ഷൻ പീരീഡ് 45 ആയിരിക്കില്ല. എല്ലാ കസ്റ്റമറും ആവറേജ് മുമ്പേ അടച്ച ആൾക്കാരുണ്ടാവും, അതിന് ബിറ്റ്വീൻ അടച്ച ആൾക്കാരുണ്ടാവും. സോ ക്വസ്റ്റ്യൻ പേപ്പർ തരും, ആവറേജ് കളക്ഷൻ പീരീഡ് തരും. തന്നിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഹോൾഡിംഗ് പീരീഡ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്ന അറിയാം. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ തരാണ് 50% ആൾക്കാർ ഡിസ്കൗണ്ട് എടുത്തു. അപ്പൊ മീനിങ് എന്താ? ഡിസ്കൗണ്ട് എടുക്കാൻ പോകുന്ന ആൾക്കാർ 10ാമത്തെ ദിവസം പേയ്മെന്റ് നടത്തും. 10 ദിവസത്തിനുള്ള പേയ്മെന്റ് നടത്തിയ ആൾക്കാർ 50%. 10 × 9 5 days. ഡിസ്കൗണ്ട് എടുക്കാൻ പറ്റാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ അവൻ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവുക 45ാമത്തെ ദിവസമായിരിക്കും. എന്തായാലും ഇന്ന് കൊടുത്താലും നാളെ കൊടുത്താലും ഡിസ്കൗണ്ട് ഇല്ല. അപ്പൊ അവൻ തീർച്ചയായിട്ടും 45ാമത്തെ ദിവസം പേയ്മെന്റ് നടത്തുള്ളൂ. ആ അസംഷനിൽ മുന്നോട്ട് പോവാം. 45-50% ആൾക്കാർ 45ാമത്തെ ദിവസം പേയ്മെന്റ് നടത്തി. 45-ന്റെ 50% 22.5. സോ ആവറേജ് ഹോൾഡിംഗ് പീരീഡ് തന്നിട്ടില്ലെങ്കിൽ ഇതെടുക്കാം. 22.5 + 5 എത്ര? 27.5. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇനി ഇതൊക്കെ റൗണ്ട് ചെയ്തിട്ട് അവർ 30 തരാണെങ്കിൽ അതങ്ങ് എടുത്താൽ മതിയേ. അവിടെ പോയിട്ട് നിങ്ങൾ കൂടുതൽ ഇന്റലിജൻസ് കാണിക്കാൻ നിൽക്കണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിങ്ങനെ തന്നിട്ട് ഹോൾഡിംഗ് പീരീഡ് 30 ദിവസം എന്ന് പറയുമ്പോൾ അതങ്ങ് എടുത്താൽ മതി. ഇനി തന്നിട്ടില്ലെങ്കിൽ എത്ര ആൾക്കാർ ഡിസ്കൗണ്ട് എടുത്തും തരും എന്നിട്ട് ആവറേജ് കണ്ടുപിടിച്ചാൽ മതി ഇതേപോലെ. ഓക്കെ, അപ്പൊ അങ്ങനെയും കണ്ടുപിടിക്കാം. ഇതൊക്കെ നമ്മൾ ക്ലാസ് റൂം പറഞ്ഞതാണ്. യെസ്, അപ്പൊ ഇതാണ് റിസീവബിൾസ് മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഏത് പഠിക്കുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന്റെ കേസിൽ റിസീവബിൾസ് മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് പറയേണ്ട അതാണ്. എല്ലാ എക്സ്പെൻസും മൈനസ് ചെയ്യുക, ലാസ്റ്റ് പോയിട്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മൈനസ് ചെയ്യുക, ഏതാണ് ബെസ്റ്റ് എന്ന് കണ്ടുപിടിക്കാം. റിസീവബിൾസ് മാനേജ്മെന്റ്. പേബിൾസ് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് നോർമലി പ്രോബ്ലം വരാറില്ല. വരുന്നുണ്ടെങ്കിൽ മാക്സിമം 2 മാർക്ക് MCQ, 4 മാർക്കിന്റെ ഡിസ്കൗണ്ട് എടുക്കണം, ക്രെഡിറ്റേഴ്സിന് പെട്ടെന്ന് പൈസ കൊടുക്കണം, പിന്നീട് കൊടുത്താൽ മതി. വലിയ പ്രോബ്ലം വരാറില്ല. വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ വരും. ഏതാണ് നല്ലത്? ഡിസ്കൗണ്ട് റിഫ്യൂസ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് ആക്സെപ്റ്റ് ചെയ്യണം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസിഡർ ചെയ്യുക. ഡിസ്കൗണ്ട് എടുക്കാതെ നമ്മൾ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടും അത് നോക്കിയിട്ട് ഏതാണ് ബെസ്റ്റ്. ഡിസ്കൗണ്ട് എടുക്കുകയാണെങ്കിൽ എത്ര എമൗണ്ട് ഡിസ്കൗണ്ട് കിട്ടും, ഡിസ്കൗണ്ട് എടുക്കാതെ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത്ര ദിവസത്തേക്ക് വരുന്ന ഇൻട്രസ്റ്റ് എത്ര, ഏതാണ് ബെനിഫിറ്റ് നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് പേബിൾസ് മാനേജ്മെന്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇൻവെന്ററി മാനേജ്മെന്റ് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല, കാരണം ഇത് കോസ്റ്റിംഗ് നിങ്ങൾ പഠിക്കുന്നതാണ്. നിങ്ങളെ കോസ്റ്റിംഗ് ഫാക്കൽറ്റി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അവിടെ നമുക്ക് EOQ, സ്റ്റോക്ക് ലെവൽസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇൻവെന്ററി ലെവൽ, ഇൻവെന്ററി എങ്ങനെ മാനേജ് ചെയ്യാം. ഇൻവെന്ററി കൂടുതൽ മേടിക്കാൻ പറ്റില്ല സാറേ. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ എന്തിനാ ഇൻവെന്ററി? നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻവെന്ററി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്രയും ഫണ്ട് അവിടെ ബ്ലോക്ക് ആയി. അപ്പോൾ ഒരുപാട് ഇൻവെന്ററി മേടിക്കാൻ ഒരുപാട് പൈസ നിങ്ങൾ കൊണ്ടുവരേണ്ടി. ജസ്റ്റ് ഇൻ ടൈം ഫോളോ ചെയ്യുന്ന കമ്പനി, ജസ്റ്റ് ഇൻ ടൈം JIT, അവിടെ വലിയ രീതിയിൽ ഇൻവെന്ററി ഫണ്ട് ബ്ലോക്ക് ആയി പോല, കാരണം അവർക്ക് സപ്ലൈ ആയിട്ട് നല്ല രീതിയിൽ കോൺട്രാക്ട് ഉണ്ടാവും, അവർ ഡീൽ ചെയ്തോളൂ. സോ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോക്ക് ലെവൽസും ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. അതൊന്ന് ഓർമ്മിക്കുക. EOQ കാണുന്നതും സ്റ്റോക്ക് ലെവൽസിന്റെ ഇക്വേഷനും ഒക്കെ മറന്നു പോകരുത്. കോസ്റ്റിംഗിന്റെ എക്സാം കഴിഞ്ഞിട്ട് ഇത് മറന്നു പോകരുത്, അത് ഓർമ്മിക്കുക. പിന്നെ ഇവിടെ നമ്മൾ ക്യാഷ് ബഡ്ജറ്റും കാര്യങ്ങളും, പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു ബൗമോൾ മോഡൽ ഉണ്ട്. ഒരു മോഡൽ √2a, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. /I, ആനുവൽ ഡിമാൻഡ് ഓഫ് ക്യാഷ്, ഒരു വർഷത്തേക്ക് എത്ര ക്യാഷ് ആവശ്യമുണ്ട്, എത്രയാണ് കോസ്റ്റ് പെർ ട്രാൻസാക്ഷൻ, ക്യാരിങ് കോസ്റ്റ് ആയിട്ട് ഇവിടെ വരുന്ന ഇൻട്രസ്റ്റ് മാത്രം, അത് മാത്രം ഓർമ്മിക്കാം. സ്റ്റോക്കാസ്റ്റിക് മോഡലൊന്നും വേണ്ട, ഇത് മാത്രം ഒന്ന് ഓർമ്മിക്കാം. പിന്നെ ഇവിടെ വരുന്നത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കാണേണ്ട ഇക്വേഷനാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ യൂസിങ് നമ്മുടെ നോർമലി നെറ്റ് കറണ്ട് അസറ്റ് മെത്തേഡ്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല, ഓൾറെഡി നിങ്ങൾ പഠിച്ച സെറ്റാണ്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ, നിങ്ങൾക്ക് അറിയാം. അതൊക്കെ നിങ്ങൾ സെറ്റാണ്. ഞാൻ ഇവിടെ ടോപ്പിക് എടുക്കാൻ വേണ്ടി വന്നതല്ല, നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ചിട്ട് സ്പീഡ് പറഞ്ഞു പോവാണ്. ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ച് പുതിയ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ അല്ല ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾക്ക് കുറച്ചും കൂടെ പുതിയ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ യൂട്യൂബിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ പഠിച്ച കാര്യം മാത്രം ഒന്ന് ഓടിച്ചിട്ട് റിവൈസ് ചെയ്യണം. വേറൊരു പുതിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആക്കില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പ്യൂട്ടേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫൈൻഡ് ഔട്ട് വർക്കിംഗ് ക്യാപിറ്റൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ വരും.
അപ്പൊ നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ എന്താ, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. നമുക്കറിയാം കറണ്ട് അസറ്റിൽ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും, സ്റ്റോക്ക് കണ്ടുപിടിക്കും, പിന്നെന്താ WIP കണ്ടുപിടിക്കും, പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് കണ്ടുപിടിക്കും, ഡെറ്റേഴ്സ് കണ്ടുപിടിക്കും, പിന്നെ എന്തെങ്കിലും ക്യാഷ് ഇൻ ഹാൻഡ് മിനിമം ക്യാഷ് വെക്കണമെങ്കിൽ അത് എടുക്കും. എല്ലാ കറണ്ട് അസറ്റ് ആഡ് ചെയ്യും, കറണ്ട് ലയബിലിറ്റി എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഔട്ട്സ്റ്റാൻഡിങ്ങും കറണ്ട് ലയബിലിറ്റി. ഓക്കെ, അതൊക്കെ നമ്മൾ മൈനസ് ചെയ്യും. ഇപ്പൊ കറണ്ട് അസറ്റിൽ നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കറണ്ട് അസറ്റിന്റെ ഭാഗമായിട്ട് എടുക്കണം. ചെറിയൊരു പോയിന്റ് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ ന്യൂ കമ്പനി എക്സിസ്റ്റിംഗ് കമ്പനി ഈ ടേം ഒന്ന് ശ്രദ്ധിക്കുക. ന്യൂ കമ്പനി എക്സിസ്റ്റിംഗ് കമ്പനി, ദിസ് കമ്പനി ന്യൂലി ഫോംഡ് കമ്പനി എന്ന് പറയണം. അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇത് കമ്പനി പുതിയ കമ്പനിയാണോ എക്സിസ്റ്റിംഗ് കമ്പനിയാണോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് എക്സിസ്റ്റിംഗ് കമ്പനി എന്ന രീതിയിൽ ഫോളോ ചെയ്ത് പോകും. പ്രോബ്ലം ചെയ്യുമ്പോൾ അസ്യൂം ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ന്യൂ കമ്പനിയാണ്. അപ്പൊ വ്യത്യാസം മറന്നു പോരുത്, നമ്മൾ ക്ലാസ് പറഞ്ഞ കാര്യം മറന്നു പോരുത്. ന്യൂ കമ്പനി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ന്യൂ കമ്പനി ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട്, അതേപോലെ ഡെറ്റേഴ്സിന്റെ എമൗണ്ട്, സ്റ്റോക്കിന്റെ എമൗണ്ട് ഒക്കെ കാണുമ്പോൾ നോർമലി നമ്മൾ ആവറേജ് റോ മെറ്റീരിയൽ കാണുമ്പോൾ, ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കാണുമ്പോൾ മെറ്റീരിയൽ കൺസ്യൂമഡ് വെച്ചിട്ട് എടുക്കാം. മെറ്റീരിയൽ കൺസ്യൂമഡ് വെച്ചിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക, അല്ലെ? ഒരു വർഷത്തേക്ക് ഇത്രയാണ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 2 മാസത്തെ മെറ്റീരിയൽ എത്ര? സോ മെറ്റീരിയൽ കൺസംഷൻ ഡിവൈഡ് ബൈ 12 × 2 ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കും. ഒരു വർഷത്തേക്ക് ഇത്ര മെറ്റീരിയൽ ആണെങ്കിൽ ഒരു 12 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത്രയും ദിവസത്തെ മെറ്റീരിയൽ കിട്ടും ഒരു മാസത്തെ. അങ്ങനെയാണെങ്കിൽ 2 മാസത്തെ മെറ്റീരിയൽ എത്ര? ഇങ്ങനെ നമ്മൾ പഠിച്ചു. ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ പഠിച്ചു, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വെച്ചിട്ട്. ബട്ട് ക്രെഡിറ്റേഴ്സ് എടുക്കുമ്പോഴും നമ്മൾ എങ്ങനെ എടുക്കും, ഒരു വർഷത്തേക്ക് എത്ര ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വർഷത്തേക്ക് എത്രയാണ് മെറ്റീരിയൽ മേടിക്കുന്നത്, എത്രയാണ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്നത്, അത്ര തന്നെയായിരിക്കും നമ്മളെ മെറ്റീരിയൽ പർച്ചേസ്. ഞാൻ പറഞ്ഞ പോയിന്റ് മാറിപ്പോകരുത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ നോർമലി എടുക്കുമ്പോൾ ചെയ്യുന്ന സമയത്ത് റോ മെറ്റീരിയൽ കാണുന്ന എമൗണ്ട് തന്നെയായിരിക്കും നമ്മൾ ക്രെഡിറ്റേഴ്സ് കാണാൻ ഉപയോഗിക്കാറ്. അവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്മൾ ഒരു വർഷം എത്ര മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്നോ അത്ര തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. ഒരു വർഷം എത്ര മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്നോ അത്ര തന്നെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യും എന്ന അസംഷനാണ് നമ്മൾ മെറ്റീരിയൽ കൺസ്യൂമഡ് വെച്ചിട്ട് നമ്മൾ ആവറേജ് റോ മെറ്റീരിയൽ കണ്ടുപിടിക്കും, മെറ്റീരിയൽ പർച്ചേസ് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കും, ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കും. ഇതാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ നമ്മൾ വേറൊരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ട്. ഈ ന്യൂ കമ്പനി ആണെങ്കിൽ മെറ്റീരിയൽ കൺസ്യൂമഡും മെറ്റീരിയൽ പർച്ചേസ് എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് വരിക, ക്രെഡിറ്റേഴ്സ് വരും. സോ ന്യൂ കമ്പനി ആണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയിൽ എപ്പോഴും ആവറേജ് റോ മെറ്റീരിയൽ വേണം. ഇപ്പൊ കൺസംഷന് വേണ്ടി മാത്രമായിരിക്കില്ല. സോ എസ്റ്റിമേറ്റഡ് കൺസംഷൻ, ഒരു വർഷത്തേക്ക് വരുന്ന കൺസംഷൻ പ്ലസ് അവരെ ക്ലോസ് സ്റ്റോക്കിന് വേണ്ടിയിട്ടും കൂടെ എന്ത് ചെയ്യും, നമ്മൾ മെറ്റീരിയൽ മേടിക്കും. സോ കൺസംഷന്റെ കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന റോ മെറ്റീരിയൽ ഉണ്ട്, അത് നമ്മൾ ഇവിടെ എന്തായിട്ട് എടുക്കണം, ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് എടുക്കണം. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത്രയും മെറ്റീരിയൽ മേടിക്കേണ്ടി വരും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ, പുതിയ ബിസിനസ്സാ, ഇതുവരെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്യണം, ഈ വർഷം ഞാൻ 1 ലക്ഷം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, 1 ലക്ഷം പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 2 കിലോ മെറ്റീരിയൽ വേണം. അപ്പൊ നിങ്ങൾ എത്ര മെറ്റീരിയൽ മേടിക്കേണ്ടി വരും, 1 ലക്ഷം × 2 ലക്ഷം കിലോ മെറ്റീരിയൽ മേടിക്കേണ്ടി വരും. കറക്റ്റ് അല്ലേ? 2 ലക്ഷം കിലോ മെറ്റീരിയൽ മേടിക്കേണ്ടി വരും. ഇതെന്താ, എസ്റ്റിമേറ്റഡ് കൺസംഷനാണ്. 2 ലക്ഷം കിലോ, 1 കിലോ മെറ്റീരിയലിന് 10 രൂപ. സോ 2 ലക്ഷം × 10 20 ലക്ഷം രൂപയ്ക്ക് മെറ്റീരിയൽ മേടിക്കേണ്ടി വരും. ഇത് കൺസംഷൻ കൊണ്ട് മാത്രം. എന്റെ ആഗ്രഹം ഇങ്ങനെയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, ഈ വർഷം ഇത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം. സോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം കൺസ്യൂം ചെയ്യും, 20 ലക്ഷം രൂപയുടെ മെറ്റീരിയൽ കൺസ്യൂം ചെയ്യും. പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ, ഇത് പുതിയ കമ്പനിയാണ്. ഈ കമ്പനിക്ക് പഴയ സ്റ്റോക്ക് ഒന്നുമില്ല. പുതിയ കമ്പനി ആയതുകൊണ്ട് ഈ കമ്പനി ക്ലോസ് സ്റ്റോക്ക് എപ്പോഴും വെക്കണം. കാരണം ഒരു കമ്പനിയിൽ എപ്പോഴും മിനിമം ഇൻവെന്ററി ലെവൽ ഉണ്ടാവും. അപ്പം ആവറേജ് റോ മെറ്റീരിയൽ അത് നമുക്ക് കിട്ടുന്ന ആൻസറാണ്. ആവറേജ് റോ മെറ്റീരിയൽ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു 40,000 രൂപയുടെ മെറ്റീരിയൽ അവിടെ ഉണ്ടാവണം, 40,000 രൂപയുടെ മെറ്റീരിയൽ അവിടെ വെക്കണം. അങ്ങനെയാണെങ്കിൽ 20 ലക്ഷം രൂപയുടെ മെറ്റീരിയൽ കൺസ്യൂം ചെയ്യാൻ വേണം, 40,000 രൂപയുടെ മെറ്റീരിയൽ അവിടെ ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് വെക്കണം. 20 ലക്ഷം പ്ലസ് 40,000, 20 ലക്ഷം 40,000 രൂപയുടെ മെറ്റീരിയൽ ഞാൻ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. ഇത് എക്സിസ്റ്റിംഗ് കമ്പനി ആണെങ്കിലോ, ഈ എക്സിസ്റ്റിംഗ് കമ്പനി ആണെങ്കിൽ ക്ലോസ് സ്റ്റോക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും മേടിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? അതെന്താ, ഞാൻ എപ്പോഴും എൻ്റെ പോളിസി ഇങ്ങനെ എപ്പോഴും ക്ലോസ് സ്റ്റോക്ക് 40,000 വെക്കണം. നിങ്ങൾ ആലോചിച്ചൊക്കെ, അടുത്ത വർഷവും ഞാൻ 1 ലക്ഷം പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ വീണ്ടും അടുത്ത വർഷം 20 ലക്ഷം രൂപ മെറ്റീരിയൽ മേടിക്കേണ്ടി വരും. കറക്റ്റ് അല്ലേ? ഇത് എക്സിസ്റ്റിംഗ് കമ്പനിയായി മാറുകയാണ്. അടുത്ത വർഷം ഞാൻ 1 ലക്ഷം പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, എൻ്റെ പോളിസി അങ്ങനെയാണ്. അടുത്ത വർഷം 1 ലക്ഷം പ്രൊഡക്റ്റ് ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ 20 ലക്ഷം രൂപ മെറ്റീരിയൽ ഞാൻ എന്ത് ചെയ്യും, മേടിക്കും. എൻ്റെ പോളിസി ഇങ്ങനെ 40,000 സ്റ്റോക്ക് എപ്പോഴും വെക്കണം. ബട്ട് ആ സ്റ്റോക്ക് വെക്കാൻ വേണ്ടി ഞാൻ പുതിയത് വീണ്ടും മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എപ്പോഴും ക്ലോസ് സ്റ്റോക്ക് അടുത്ത വർഷം എന്തായി മാറും, ഓപ്പണിംഗ് ആയി മാറും. സോ ഇത് വെക്കാൻ വേണ്ടി മേടിക്കാൻ ഞാൻ നോക്കുമ്പോൾ അവിടെ എന്തുണ്ട്, ഓപ്പണിംഗ് ഉണ്ട്. നമ്മൾ കോസ്റ്റിംഗ് പഠിക്കുന്നുണ്ട്. എസ്റ്റിമേറ്റഡ് കൺസംഷൻ പ്ലസ് ഓപ്പൺ സ്റ്റോക്ക് ക്ലോസ് സ്റ്റോക്ക് മൈനസ് എന്താ,
ഓപ്പണിംഗ്, ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൺസ്യൂം ചെയ്യുന്ന എമൗണ്ട് എനിക്ക് എന്ത് കിട്ടും? പർച്ചേസ് കിട്ടും. അപ്പോൾ എക്സിസ്റ്റിംഗ് കമ്പനി ആണെങ്കിൽ നിങ്ങളെ കൺസംഷനും പർച്ചേസും പക്ക കറക്റ്റ് ആയിരിക്കും. ആ ക്ലോസ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും കറക്റ്റ് ആവുന്നത് കൊണ്ട്. ഓക്കെ. ബട്ട് ന്യൂ കമ്പനി ആണെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ കാണാൻ വേണ്ടി ഉപയോഗിച്ച എമൗണ്ട് വെച്ചിട്ടായിരിക്കരുത് ക്രെഡിറ്റേഴ്സ് കാണേണ്ടത്. ക്രെഡിറ്റേഴ്സ് കാണുമ്പോൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത എമൗണ്ട് വെച്ച് കാണണം, മാറിപ്പോവരുത്. അതേപോലെ ഡെറ്റേഴ്സിന്റെ കേസ് വരുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇത് പുതിയ കമ്പനിയാണ്, ഈ വർഷം 1 ലക്ഷം പ്രോഡക്റ്റ് ഉണ്ടാക്കണം, ബട്ട് എനിക്ക് 1 ലക്ഷം പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റില്ല. ഡെറ്റേഴ്സ് കാണുമ്പോൾ നമ്മൾ എപ്പോഴും സെയിൽസ് എടുക്കണം. 1 ലക്ഷം പ്രോഡക്റ്റ് ഉണ്ടാക്കണം, ഇത് ന്യൂ കമ്പനിയാണ്, ആനുവൽ പ്രൊഡക്ഷൻ 1 lakh പ്രോഡക്റ്റ്, ബട്ട് എനിക്ക് ഒരിക്കലും 1 ലക്ഷം പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റില്ല. കാരണം കമ്പനിക്ക് ഒരു പ്ലാൻ ഉണ്ട്. കമ്പനി എപ്പോഴും ക്ലോസ് സ്റ്റോക്ക് വെക്കണം. 1 ലക്ഷം ടി വി ഉണ്ടാക്കും, 1 ലക്ഷം ടി വി മാനുഫാക്ചർ ചെയ്യും, ബട്ട് കമ്പനിയുടെ പോളിസി 20,000 ടി വി എപ്പോഴും ക്ലോസ് സ്റ്റോക്കായിട്ട് ഉണ്ടാവണം. അപ്പോൾ ഇയർ എൻഡിൽ എപ്പോഴും 20,000 രൂപയുടെ സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാണെങ്കിൽ, 20,000 ടി വി അവിടെ ഉണ്ടാണെങ്കിൽ 1 ലക്ഷം ഉണ്ടാക്കുമ്പോൾ 20,000 ടി വി അവിടെ വെക്കണം. സോ 1 ലക്ഷം മൈനസ് 20,000, 80,000 എണ്ണ എനിക്ക് എന്തേ പറ്റുള്ളൂ? വിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ന്യൂ കമ്പനി ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പോയിന്റ് ശ്രദ്ധിച്ചോ, ന്യൂ കമ്പനി ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത മുഴുവൻ വിൽക്കാൻ പറ്റില്ല. ബട്ട് എക്സിസ്റ്റിംഗ് കമ്പനി ആണെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം നോക്കിയേ, അടുത്ത വർഷം ഞാൻ 1 ലക്ഷം പ്രൊഡ്യൂസ് ചെയ്തു, ഓക്കെ, അടുത്ത വർഷം 1 ലക്ഷം ടി വി പ്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ ആഗ്രഹിത 20,000 ക്ലോസിംഗ് വെക്കണം. സോ 20,000 ക്ലോസിംഗ് വെക്കണം. ബട്ട് കഴിഞ്ഞ വർഷം വെച്ച ക്ലോസിംഗ് ഈ വർഷം ഓപ്പണിംഗ് ആയിട്ട് വന്നു. സോ 20,000 സെറ്റായി പോയി. അതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത മുഴുവൻ എനിക്ക് എന്താ പറ്റും? വിൽക്കാൻ പറ്റും. അപ്പോൾ എക്സിസ്റ്റിംഗ് കമ്പനി ആണെങ്കിൽ നിങ്ങൾ എക്സാമ്പിൾ ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. ന്യൂ കമ്പനി ആണെങ്കിൽ 2 കാര്യം ശ്രദ്ധിക്കാം. ഒന്ന്, റോ മെറ്റീരിയൽ കാണാൻ വേണ്ടി ഉപയോഗിച്ച മെറ്റീരിയൽ എമൗണ്ട് മെറ്റീരിയൽ കൺസംഷൻ ആയിരിക്കും. ബട്ട് ക്രെഡിറ്റേഴ്സ് കാണുമ്പോൾ മെറ്റീരിയൽ പർച്ചേസ് എടുക്കണം. അതേപോലെ നിങ്ങൾ സെയിൽസ് നടത്തുമ്പോൾ പ്രൊഡക്ഷൻ മുഴുവൻ സെയിൽ ചെയ്യാൻ പറ്റില്ല. ക്രെഡിറ്റ് സെയിൽസിന്റെ ബേസിലായിരിക്കും നമ്മൾ ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ആണ്. അപ്പോൾ ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ആ ക്ലോസ് സ്റ്റോക്കിന്റെ കോസ്റ്റ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം, മാറിപ്പോരുത്. പിന്നെ ക്വസ്റ്റ്യനിൽ എക്സാമിന് പറഞ്ഞാലില്ലെങ്കിലും എപ്പോഴും നിങ്ങൾ എന്ത് ഒഴിവാക്കുക? നോൺ ക്യാഷ് ഐറ്റംസ് ഒഴിവാക്കുക. ഡിപ്രീസിയേഷൻ, റിട്ടേൺ ഓഫ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? ഒഴിവാക്കണം. നോൺ ക്യാഷ് ഐറ്റംസ് എടുക്കാനേ പാടില്ല. ഏതിൽ? വർക്കിംഗ് ക്യാപിറ്റലിന്റെ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിന് ക്യാഷിനെ എഫക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ എടുക്കാൻ പാടില്ല. നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്ര പൈസ കൊണ്ടുവരണം. അപ്പൊ പൈസനെ എഫക്റ്റ് ചെയ്യാത്ത കാര്യം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഡിപ്രീസിയേഷൻ നമ്മൾ അതിന് പൈസ നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഓക്കെ. ഈ പേനയുടെ കോസ്റ്റ് 10 രൂപ. ഈ പേനയുടെ കോസ്റ്റ് 10 രൂപ എന്ന് പറയുമ്പോൾ അത് 2 രൂപ ഡിപ്രീസിയേഷന്റെ കോസ്റ്റാണ്. അത് ഫിക്സഡ് അസറ്റാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കറണ്ട് അസറ്റിനെ പറ്റും. ഈ ഒരു പേന വീണ്ടും ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ 8 രൂപ സ്പെൻഡ് ചെയ്താൽ മതി. കാരണം 2 രൂപ വന്നിരിക്കുന്നത് പഴയ മെഷീന്റെ കോസ്റ്റിന്റെ മേലെ ചാർജ് ചെയ്ത അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്ന. സോ ഡിപ്രീസിയേഷൻ. അപ്പൊ എഗെയിൻ ഞാൻ എത്ര പൈസ കൊണ്ടുവരണം? വർക്കിംഗ് ക്യാപിറ്റൽ എത്ര കൊണ്ടുവരണം? സോ 8 രൂപ കൊണ്ടുവന്നത്. ഓക്കെ. അപ്പൊ എപ്പോഴും എക്സാമിന് നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റനിൽ എപ്പോഴും നിങ്ങൾ നോൺ ക്യാഷ് ഐറ്റംസ് എന്ത് ചെയ്യണം? ഒഴിവാക്കണം, റിമൂവ് ചെയ്യണം. നമ്മൾ പറഞ്ഞാണ് കോൺസെപ്റ്റ് കാര്യമൊക്കെ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ. അപ്പൊ അത്രയാണ് എനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം തോന്നി. ഏത്? ന്യൂ കമ്പനി, എക്സിസ്റ്റിംഗ് കമ്പനി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡന്റ് വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് 2 ക്വസ്റ്റ്യനും സെയിം ആണ്. ബട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സിസ്റ്റിംഗ് കമ്പനിയും സെക്കൻഡ് ക്വസ്റ്റ്യൻ ന്യൂ കമ്പനി. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മാറിപ്പോ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത് ന്യൂ കമ്പനിയാണോ എക്സിസ്റ്റിംഗ് കമ്പനിയാണോ ശ്രദ്ധിക്കണം. വർക്കിംഗ് ക്യാപിറ്റലിന്റെ കേസിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അത്രേ നമുക്ക് ഇപ്പോൾ ടൈം ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ഏതിലാ? വർക്കിംഗ് ക്യാപിറ്റലിന്റെ കേസിൽ. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് 2 ഫോക്കസ് ചെയ്യാം. ഒന്ന് റിസീവേഴ്സ് മാനേജ്മെന്റും പിന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലും. അപ്പൊ അതേപോലെ FM-ല് CMA ഫൈനലിലും CMA ഇന്ററിലും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ഉണ്ട്. മെയിൻ ആയിട്ട് അതാ ഒരു 75% അല്ലെങ്കിൽ 80% അത് തന്നെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ്. അതിൽ ട്രഡീഷണൽ മെത്തേഡും അതേപോലെ മോഡേൺ ടെക്നിക്സ്, നോൺ ഡിസ്കൗണ്ടഡും ഡിസ്കൗണ്ടഡ് ടൈപ്പ്. ട്രഡീഷണൽ മെത്തേഡിൽ പേ ബാക്ക് പീരീഡും ARR മെത്തേഡും. പേ ബാക്ക് പീരീഡ് തന്നെ 2 ടൈപ്പ്. എല്ലാ വർഷവും ക്യാഷ് ഇൻഫ്ലോ സെയിം ആണെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ പേ ബാക്ക് പീരീഡ് കിട്ടും. പേ ബാക്ക് പീരീഡ് എപ്പോഴും കുറയുന്നതാണ് ബെസ്റ്റ്. മോർ ദാൻ 1 പ്രോജക്ട്സിൽ ഏറ്റവും ലോവസ്റ്റ് പേ ബാക്ക് പീരീഡ് ഏതാണോ അതാണ് ബെസ്റ്റ്. പേ ബാക്ക് പീരീഡ് മാത്രം നോക്കുകയാണെങ്കിൽ അവിടെ ടൈം വാല്യൂന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഡിഫറെൻ്റ് ഇയറിൽ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ ഡിഫറെൻ്റ് ആണെങ്കിൽ, സെയിം അല്ലെങ്കിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിച്ചിട്ട് ഏത് വർഷമാണ് കറക്റ്റ് പേ ബാക്ക് പീരീഡ് എന്ന് കണ്ടുപിടിക്കും. ആ ഡിഫറൻസ് ഉള്ള എമൗണ്ട് എത്ര നോക്കും. 5 വർഷം കൊണ്ട് 9 ലക്ഷം കിട്ടി, ഇനി 1 ലക്ഷം രൂപ കിട്ടിയാൽ മതി. സോ 1 ലക്ഷം ഡിവൈഡ് ബൈ നെക്സ്റ്റ് ഇയറിൽ കിട്ടാൻ പോകുന്ന ക്യാഷ് ഇൻഫ്ലോ, അതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. എത്രയാണ് കിട്ടേണ്ടത്? സോ അത്രയും ഇയർ പ്ലസ് മിനിമം പീരീഡ് പ്ലസ് ഇനി എത്ര കൂടെ കിട്ടണം. സോ നെക്സ്റ്റ് ഇയറിൽ കിട്ടേണ്ട ക്യാഷ് ഇൻഫ്ലോ വെച്ച് ഡിവൈഡ് ചെയ്യാം. മീനിങ് കോൺസെപ്റ്റ് നമുക്കറിയാം. നെക്സ്റ്റ് ഇയറിൽ ഇത്ര കിട്ടും, 2 ലക്ഷം രൂപ അടുത്ത വർഷം കിട്ടും, എനിക്ക് 1 ലക്ഷം രൂപ കിട്ടിയാൽ മതി.
സോ 2 ലക്ഷം രൂപ കിട്ടാൻ 1 വർഷം എടുക്കണമെങ്കിൽ 1 ലക്ഷം കിട്ടാൻ എത്ര? 1 ലക്ഷം ഡിവൈഡ് ബൈ 2 ലക്ഷം 0.5 ഇയർ. സോ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ ക്യുമുലേറ്റ് ചെയ്ത് കൊണ്ടുപോവാ. സോ എത്ര വരെ കിട്ടാൻ പെൻഡിങ് ഉണ്ട് നോക്കാം. ആ ഡിഫറൻസുള്ള എമൗണ്ട് ഡിവൈഡ് ബൈ നെക്സ്റ്റ് ഇയറിൽ കിട്ടാമെന്ന് ക്വസ്റ്റൻ. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഇയറിന് എഴുതി കൊടുക്കണം. അതാണ് പേ ബാക്ക് പീരീഡ് പറയാനുള്ള, അത്രേ പറയാനുള്ളൂ. പിന്നെ ARR മെത്തേഡ് ചെയ്യുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഡിഫറെന്റ് ഇയേഴ്സിലെ പ്രോഫിറ്റ് തരും. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക ഡിവൈഡ് ബൈ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വേഷൻ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡ് ബൈ 2. അതാണ് ARR മെത്തേഡിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ബാക്കി എല്ലാത്തിലും നമ്മൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എടുക്കും. ARR മീൻസ് റിട്ടേൺ ആണ്. സോ റിട്ടേൺ കൂടുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ആവുക. മോർ ദാൻ 1 പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ ഉള്ള പ്രോജക്ട്സ് ചൂസ് ചെയ്യാം. ബട്ട് പേ ബാക്ക് പീരീഡ് ആണെങ്കിൽ ലോവസ്റ്റ് ഉള്ള ചൂസ് ചെയ്യാം. അതാണ് പഠിച്ചത്. ഇവിടെ രണ്ടിടത്തും നമ്മൾ എന്തിനും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല. ഇവിടെ രണ്ടിടത്തും നമ്മൾ ടൈം വാല്യൂ ഓഫ് മണിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല. ടൈം വാല്യൂ ഓഫ് മണിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുമ്പോൾ അത് മോഡേൺ ടെക്നിക്സിലേക്ക് വരുന്നത്. അത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ്, അതിന് NPV നെറ്റ് പ്രസന്റ് വാല്യൂ അറിയാം. അതേപോലെ പ്രോഫിറ്റ് ഇൻഡെക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മോഡിഫൈഡ് IRR, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്, ടെർമിനൽ വാല്യൂ മെത്തേഡ്, ഇങ്ങനെ ഒത്തിരി മെത്തേഡ്സ് നമ്മൾ പഠിക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെനിക്ക് ഓവറോൾ ആയിട്ട് ഇപ്പോൾ പറയാൻ സമയം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അറിയാം വലിയ നമ്മൾ ഒത്തിരി ടൈം എടുത്ത് കൊണ്ടുവന്ന ചാപ്റ്ററാണ്. ഇതിലൊക്കെ ഇത് ചാപ്റ്ററിന്റെ സമ്മറി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് എത്ര ലെങ്തി ക്വസ്റ്റ്യൻ ആണെങ്കിലും ആദ്യമേ പറയാം, 2 ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ലെങ്തി ആവുക. ഒന്ന് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും ഒന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഈ 2 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഏറ്റവും ലെങ്തി ക്വസ്റ്റ്യൻ വരും. അവർക്ക് ചോദിക്കാൻ പറ്റുന്ന അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഈ 2 ചാപ്റ്ററാണ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എത്ര ടഫ് ആണെങ്കിലും എത്ര ലെങ്തി ആണെങ്കിലും നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ആ ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ടൈപ്പ് നോക്കുക, ക്യാഷ് ഔട്ട്ഫ്ലോ ആണോ ഇൻഫ്ലോ ആണോ, അത് മാത്രം ചെക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ്, ക്യാഷ് ഇൻഫ്ലോ ഏതൊക്കെ സമയത്ത് വരുന്നുണ്ട്. നമ്മൾ പഠിച്ചത് സിംഗിൾ ക്യാഷ് ഫ്ലോ, മൾട്ടിപ്പിൾ അൺഇവൻ ക്യാഷ് ഫ്ലോ, ആന്വിറ്റി ക്യാഷ് ഫ്ലോ, പെർപെച്വൽ ക്യാഷ് ഫ്ലോ. അപ്പോൾ ഇതിൽ ഏതാണ് വരുന്നത്? ഏതൊക്കെ വർഷം നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ട്, ഏതൊക്കെ വർഷം ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ട്. ഇപ്പോൾ ഇൻഫ്ലോ എത്രയെന്ന് കണ്ടുപിടിക്കുക, ഔട്ട്ഫ്ലോ എത്രയെന്ന് കണ്ടുപിടിക്കുക. അതേപോലെ അതിന്റെ ടൈമിങ്ങും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏതൊക്കെ വർഷം നടക്കും. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണെങ്കിൽ നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 5 ലക്ഷം. സോ പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ 5 ലക്ഷം വരും. കാരണം ഇന്ന് പോകുന്ന പൈസയുടെ വാല്യൂ അത്ര തന്നെ. ബട്ട് 3ാമത്തെ വർഷം വീണ്ടും 3 ലക്ഷം പോകുന്നുണ്ട്. ടോട്ടൽ ഔട്ട്ഫ്ലോ 8 ലക്ഷം ഉണ്ട്. ടോട്ടൽ ഔട്ട്ഫ്ലോ 8 ലക്ഷം ഉണ്ട്. ബട്ട് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ ഇപ്പോൾ 8 ലക്ഷം അല്ല. ഈ 8 ലക്ഷത്തിൽ 5 ലക്ഷം രൂപ ഇന്ന് പോകുന്ന 5 ലക്ഷം പ്ലസ് ഈ 3 ലക്ഷം രൂപ 4ാമത്തെ വർഷം പോകുന്ന. അപ്പം 3 ലക്ഷം ഇന്നത്തെ വാല്യൂട്ട് മാറ്റുമ്പോൾ 4ാമത്തെ വർഷത്തെ PV ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 10% എത്ര വരും? 0.682 അല്ലേ? 0.682 വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ വാല്യൂ കുറഞ്ഞു. മൊത്തം 8 ലക്ഷം പോകുന്നുണ്ടെങ്കിലും ആ പോകുന്നതിന്റെ ഇന്നത്തെ വാല്യൂ 5 ലക്ഷം പ്ലസ് 3 × 6 എത്ര? 1,80,000, 1,90,000, ഏകദേശം 2 ലക്ഷത്തിന് അടുത്ത് വരും. 7 ലക്ഷം സംതിങ് വരുള്ളൂ. 8 ലക്ഷം ഇല്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഔട്ട്ഫ്ലോ ആണെങ്കിലും ഇൻഫ്ലോ ആണെങ്കിലും അതിന്റെ ടൈമിംഗ് നോക്കുക. ടൈം മാറുമ്പോൾ വാല്യൂ മാറിപ്പോകരുത്. ടൈം മാറുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്യണം. പ്രസന്റ് വാല്യൂക്ക് എത്തിക്കുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്യണം. അന്നത്തെ 10 ലക്ഷം എന്ന് പറയുമ്പോൾ ഇന്നത്തെ 10 ലക്ഷം ഈക്വൽ അല്ല. ഇന്നത്തെ ഒരു 5 ലക്ഷം 6 ലക്ഷം ഒക്കെ ഉണ്ടാവുള്ളൂ. അത് ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. അതറിയണം. അതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. എന്താ? ഈ ടൈമിംഗ് ശ്രദ്ധിക്കാം. ക്യാഷ് ഇൻഫ്ലോ ആണെങ്കിൽ ഔട്ട്ഫ്ലോ ആണെങ്കിൽ ശ്രദ്ധിക്കാം. പിന്നെ എക്സാമിന് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ടോ നോക്കണം. ക്യാഷ് ഇൻഫ്ലോ കാണുന്നതിന് പകരം അവർ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തരും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് നോൺ ക്യാഷ് ഐറ്റംസ്, എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ബാക്ക് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന്റെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്നത്. അത് എന്തുകൊണ്ട് ആഡ് ബാക്ക് ചെയ്യുന്നത്, അതിന്റെ കോൺസെപ്റ്റ് എന്താ, എല്ലാം നമ്മൾ പറഞ്ഞാണ്. അപ്പൊ ഇനി പറയണ്ട. ഓക്കെ. സോ ചുരുക്കി പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഫൈൻഡ് ഔട്ട് NPV. NPV ഈസിയാണ് സാറേ. പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ. സംഭവം ഓക്കെയാണ്. NPV ഈസിയാണ്. ഇൻഡെക്സ് ഇൻഫ്ലോ ഡിവൈഡ് ബൈ ഔട്ട്, ഇത് നമുക്കറിയാം. ബട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ അല്ല. ഇൻഫ്ലോ എന്നാൽ പ്രസന്റ് വാല്യൂ കാണാൻ അറിയാം. ബട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ഇൻഫ്ലോ ആണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണോ ബിഫോർ ആണോ ആഫ്റ്റർ ആണോ, അതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ ക്വസ്റ്റ്യൻ തരാം, ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ്. അപ്പൊ ഇതിൽ ടാക്സ് മൈനസ് ചെയ്യാൻ പറ്റില്ല. ഇത് ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ആണ്. അപ്പോൾ ടാക്സ് മൈനസ് ചെയ്യാൻ മുമ്പ് എനിക്ക് എന്ത് മൈനസ് ചെയ്യാം? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം. എന്റെ കയ്യിലുള്ള ക്യാഷിനല്ല ഞാൻ ടാക്സ് എടുക്കേണ്ടത്. ബുക്കിലുള്ള പ്രോഫിറ്റ് ഞാൻ ടാക്സ് എടുക്കാം. കയ്യിലുള്ള ക്യാഷിനല്ല കമ്പനി ടാക്സ് എടുക്കാം. ബുക്കിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട്, ബുക്കിലെ പ്രോഫിറ്റ് കാണണമെങ്കിൽ കമ്പനിക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. സോ ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സിന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ക്യാഷ് എക്സ്പെൻസിന്റെ എക്സാമ്പിളാണ്. ബാക്കി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നോൺ ക്യാഷ് എക്സ്പെൻസ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മൈനസ്. പ്രീലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ്, പിന്നെ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എല്ലാം നിങ്ങൾക്ക് മൈനസ്. സോ നോർമലി വരുന്നത് ഡിപ്രീസിയേഷൻ. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ മാത്രം പറഞ്ഞു. സോ ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സിന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ഈ പ്രോഫിറ്റും ക്യാഷും സെയിം അല്ല. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ബുക്കിലെ എല്ലാ എക്സ്പെൻസും നമ്മൾ കൺസിഡർ ചെയ്യും.
ബട്ട് ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് എക്സ്പെൻസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യാം, ടാക്സ് മൈനസ് ചെയ്യും. സോ എന്ത് കിട്ടും, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന്റെ കൂടെ കയ്യിലുള്ള ക്യാഷ് ആണെങ്കിൽ ഞാൻ മൈനസ് ചെയ്ത സംഭവമുണ്ട്, ഡിപ്രീസിയേഷൻ ആഡ് വെക്കണം. പിന്നെ എന്തിനാ മൈനസ് ചെയ്യുന്നത്, ടാക്സ്. അത് അങ്ങോട്ട് പോകുന്നില്ല, അതറിയാം. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോയി സമയമില്ല, ലാസ്റ്റ് നിമിഷമാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന്റെ കൂടെ നോൺ ക്യാഷ് എക്സ്പെൻസ് ആഡ് ചെയ്യാം, മീൻസ് ഡിപ്രീസിയേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കറക്റ്റ് ക്യാഷ് കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ തരാണ്, ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ടാക്സ് ഒക്കെ കഴിച്ചിട്ട് കയ്യിലുള്ള ക്യാഷാണ്, അതിന്റെ കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ്ട, ക്യാഷാണ് വന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ല. ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം, ടാക്സ് മൈനസ് ചെയ്യണം, തിരിച്ച് ആഡ് വെക്കണം. ഏത്, ഡിപ്രീസിയേഷൻ. ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ട്, എല്ലാ പരിപാടിയും കഴിച്ച് കയ്യിൽ കിട്ടിയ പൈസ. ഓക്കെ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ പ്ലസ് ഡിപ്രീസിയേഷൻ. ഇത്രയും കാര്യം ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എൻ പി വി കാണാനും പ്രോഫിറ്റ് ഇൻഡെക്സ് കാണാനും കാര്യമൊക്കെ. ഇപ്പോൾ എം സിക്ക് വരും, എൻ പി വി 0 ആണെങ്കിൽ IRR അറ്റ് IRR എൻ പി വി 0 ആയിരിക്കും, കറക്റ്റ്. അറ്റ് IRR പ്രോഫിറ്റ് ഇൻഡെക്സ് എന്തായിരിക്കും, 1 ആയിരിക്കും. കാരണം IRR എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഒരു ഡിസ്കൗണ്ട് റേറ്റ് ആണ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. കമ്പനി ഏൺ ചെയ്ത പ്രോഫിറ്റിന്റെ റിട്ടേൺ റേറ്റ് ആണ്. അതിന്റെ പ്രത്യേകത എന്താ, നിങ്ങൾ ഏൺ ചെയ്ത റേറ്റ് വെച്ചിട്ട് തിരിച്ചെടുക്കുകയാണെങ്കിൽ ആ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ എന്തായിരിക്കും, സെയിം ആയിരിക്കും. പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ സെയിം ആവുന്ന റേറ്റ് ഏതാണോ അതാണ് IRR. കറക്റ്റ് അല്ലേ? 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, റിട്ടേൺ കിട്ടി 10% റിട്ടേൺ കിട്ടി. 10 ലക്ഷം പ്ലസ് 10%, 11 ലക്ഷം രൂപ എന്ത് കിട്ടി, ഇൻഫ്ലോ വന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇൻഫ്ലോ 11 ലക്ഷം, ഇൻവെസ്റ്റ് ചെയ്ത് 10 ലക്ഷം, ഔട്ട്ഫ്ലോ 10 ലക്ഷം. സോ എത്ര പെർസെൻറ്റേജ് ആണ് റിട്ടേൺ വന്നത്, 10%. അപ്പോൾ ഈ 11 ലക്ഷത്തിന് 10% വെച്ച് ഡിസ്കൗണ്ട് ചെയ്താലേ 10 ലക്ഷം കിട്ടുള്ളൂ. 11 ലക്ഷം എന്ന് പറയുന്നത് ഇൻഫ്ലോ ആണ്. പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ 10 ലക്ഷം, ഇൻഫ്ലോയിലെ പ്രസന്റ് വാല്യൂട്ട് മാറ്റുമ്പോൾ 10 ലക്ഷം കിട്ടും. അത് ഏത് റേറ്റ് വെച്ച് ഡിസ്കൗണ്ട് ചെയ്യണം, 10% വെച്ച് ഡിസ്കൗണ്ട് ചെയ്യണം. കാരണം നമുക്കറിയാം ഈ 10 ലക്ഷം രൂപയാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് 11 ലക്ഷമായി മാറിയത്. എത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടി, 10% റിട്ടേൺ കിട്ടി. ഇതാണ് എന്ത്, IRR. IRR എന്ന് വേറെ ഒന്നുമില്ല, ഇന്റേണലി ജനറേറ്റ് ചെയ്ത റിട്ടേണിന്റെ പെർസെൻറ്റേജാണ്. IRR എന്ന് പറയുന്നത് ഇന്റേണലി ജനറേറ്റ് ചെയ്ത റിട്ടേണിന്റെ പെർസെൻറ്റേജ്. ഞാനൊരു ബിസിനസ് സ്ഥാപനത്തിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ബിസിനസ് സ്ഥാപനം എനിക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 11 ലക്ഷം രൂപ റിട്ടേൺ കിട്ടി, റിട്ടേൺ തന്നു. അപ്പം ഞാൻ എനിക്ക് അറിയണം എത്രയാണ് കമ്പനി എനിക്ക് തന്ന റിട്ടേണിന്റെ റേറ്റ് എത്ര, സ്മോൾ ലെറ്റർ R, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അത് തന്നെയാണ് IRR. അതിന്റെ കോൺസെപ്റ്റ് എന്താ, എനിക്ക് കിട്ടിയ ഇൻഫ്ലോ 11 ലക്ഷം. അപ്പൊ ഇതെങ്ങനെയായിരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ടാവുക, ഈ 10% ആഡ് ആയിട്ടാണ്. സോ ഈ 11 ലക്ഷത്തിനെ 10% വെച്ച് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഔട്ട്ഫ്ലോ ഈക്വൽ ആവുള്ളൂ. അല്ലാതെ 10% വരെ 8 എടുത്താലും 12 എടുത്താലും ഇൻഫ്ലോ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഒരിക്കലും 10 ലക്ഷം കിട്ടില്ല. ഈ 10 ലക്ഷം കിട്ടണമെങ്കിൽ അങ്ങോട്ട് ഏത് റേറ്റ് വെച്ചാണോ 11 ലക്ഷം ഉണ്ടാക്കിയത് അത് വെച്ച് തന്നെ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഏത് റേറ്റ് വെച്ച് ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴോ ഔട്ട്ഫ്ലോ ഈക്വൽ വന്നേ, അതായിരിക്കും IRR. നമ്മൾ പഠിച്ചാൽ അത് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നോക്കി. ഫസ്റ്റ് നിങ്ങൾ റേറ്റ് എടുത്തു, വാല്യൂ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി റേറ്റ് കൂട്ടി. അപ്പോൾ നമുക്ക് ഇത്ര ചേഞ്ച് ചെയ്തപ്പോൾ ഇത്ര വന്നു, ഇത്ര ചേഞ്ച് ചെയ്യണമെങ്കിൽ എത്ര. ഇക്വേഷൻ പഠിക്കണ്ട, IRRന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ കോൺസെപ്റ്റ് വെച്ച് ചെയ്തു പോയി. ഓക്കെ, IRR ഈസി ആയിട്ട് കിട്ടും, ബുദ്ധിമുട്ടില്ല. അപ്പോൾ IRR മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ മോർ ദാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് IRR നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ, ഞാൻ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് 8% മതി, ബട്ട് ഈ പ്രൊജക്റ്റ് 10% തരുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ, ഒരു പ്രൊജക്റ്റിന്റെ റിട്ടേൺ അത് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ പ്രൊജക്റ്റ് റിജക്ട് ചെയ്യാൻ പാടില്ല, ആക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 12%, ബട്ട് ആ പ്രൊജക്റ്റിന് IRR എത്ര, 8% ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, റിജക്ട് ചെയ്യണം. അത് നമുക്കറിയാം. അതേപോലെയാണ് നിങ്ങൾ ARR മെത്തേഡ് ആണെങ്കിലും NP മെത്തേഡ് ആണെങ്കിലും IRR മെത്തേഡ് ആണെങ്കിലും അവിടെയൊക്കെ നമ്മൾ എപ്പോഴും വാല്യൂ കൂടണം, ഹയസ്റ്റ് ആയിരിക്കും. റിട്ടേൺ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. പേ ബാക്ക് പീരീഡിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നേരെ തിരിച്ചു ചിന്തിക്കുള്ളൂ. അത് നമുക്കറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. പ്രോഫിറ്റ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം, അവിടെ കൂടുതലാണ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ലെസ് ദാൻ 1 ആണെങ്കിൽ മീനിങ് എന്താ, പ്രോഫിറ്റ് ഇൻഡെക്സ് 2 മീനിങ് എന്താ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഔട്ട്ഫ്ലോന്റെ 2 ഇരട്ടി ഇൻഫ്ലോ വരുന്നുണ്ട്. പ്രസന്റ് വാല്യൂട്ട് മാറ്റിയപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഔട്ട്ഫ്ലോന്റെ 2 ഇരട്ടി ഇൻഫ്ലോ വരുന്നുണ്ട്. ലെസ് ദാൻ 1 പ്രോഫിറ്റ് ഇൻഡെക്സ് 0.8 മീനിങ് എന്താ, നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് 80% നമുക്ക് ഇൻഫ്ലോ കിട്ടുന്നു. ഇൻവെസ്റ്റ് ചെയ്ത് അത്ര പോലും കിട്ടുന്നില്ല, അത്ര കിട്ടുന്നുണ്ടെങ്കിൽ അത് 1 ആണ്, അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട് മോർ ദാൻ 1 വരും. ഇതൊക്കെ നമുക്ക് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇപ്പം ഈ ഒരു നിമിഷം ഈ ഫൈനൽ ലാപ്പിൽ എനിക്ക് കോൺസെപ്റ്റിലേക്ക് വരാനുള്ള ടൈമില്ല, ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം,
എല്ലാ ടൈപ്പ് ക്യാഷ് ഫ്ലോ ഐഡന്റിഫൈ ചെയ്യണം, ഏത് ടൈപ്പാണ് നോക്കണം, പ്രസന്റ് വാല്യൂട്ട് മാറ്റണം, ഇൻഫ്ലോ ആണെങ്കിലും ഔട്ട്ഫ്ലോ ആണെങ്കിലും പ്രസന്റ് വാല്യൂട്ട് മാറ്റണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ NPV ആണെങ്കിലും IRR ആണെങ്കിലും പ്രോഫിറ്റ് ഇൻഡെക്സ് ആണെങ്കിലും ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. അത് മാറ്റാൻ മറക്കരുത്. ടൈമിങ്ങിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന മെത്തേഡ്സ് ആണ് ഏത്? മോഡേൺ ടെക്നിക്സ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക. പിന്നെ എക്സാമിന് മെഷീൻ A മേടിച്ചു, മെഷീൻ B മേടിച്ചു, ഈക്വലന്റ് ആനുവൽ ക്രൈറ്റീരിയ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മളൊന്ന് നോക്കിയിട്ട് പോവുക. കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഞാൻ ഓവറോൾ ആയിട്ടൊന്ന് കൊണ്ടുവരണം. ശരിക്കും ഇത് അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാനാണ് ശരിക്കും ഉദ്ദേശിച്ചത്. ബട്ട് പറഞ്ഞു പോകുമ്പോൾ കുറച്ച് ടൈം എടുത്തു പോകാം. അപ്പം നിങ്ങളുടെ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ച് പോയെന്നുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കണം. നല്ല രീതിയിൽ വായിച്ചിട്ട് ഏത് മെത്തേഡാണെന്ന് ചോദിച്ചാൽ ആ മെത്തേഡിൽ കാണിച്ചു കൊടുക്കുക. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ചാപ്റ്റേഴ്സാണ്. ഏത്? നമ്മളെ റേഷ്യോ അനാലിസിസ്, അതേപോലെ കമ്പാരിറ്റീവ് കോമൺ സെൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ട്രെൻഡ് അനാലിസിസ്. ഇതൊന്നും നിങ്ങൾക്ക് ടൈം അധികം കൺസ്യൂം ചെയ്യില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. ബട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതൊക്കെ ആദ്യമേ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ റേഷ്യോ ഒക്കെ ചെയ്യുമ്പോൾ ചില റേഷ്യോ അനാലിസിന്റെ ക്വസ്റ്റ്യനിൽ ടെക്സ്റ്റ് ബുക്കിലാകെ 2-3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്ത ക്വസ്റ്റ്യൻസിൽ റേഷ്യോ അനാലിസിന്റെ ക്വസ്റ്റ്യനിൽ ചില ക്വസ്റ്റ്യൻസിൽ ചില റേഷ്യോസ് ഒക്കെ ഒളിപ്പിച്ച് അവർ വെക്കും, ഹൈഡ് ചെയ്ത് വെക്കും. എൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് നിങ്ങൾ റേഷ്യോന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ കണ്ട് പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഒരു ഗെയിം പോലെ കണ്ടിട്ട് ലാസ്റ്റ് ചെയ്താൽ മതി. റേഷ്യോയുടെ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതും കൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊക്കെ ലാസ്റ്റ് മാറ്റി നിർത്തും. ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്ത ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് റേഷ്യോയുടെ, നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ലാസ്റ്റ് ചെയ്ത് നിന്നാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത കേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുമ്പോൾ അവർ 2 രീതിയിൽ ചോദിക്കുക. ഫസ്റ്റ് WACC, ബുക്ക് വാല്യൂ ആണോ മാർക്കറ്റ് വാല്യൂ ആണോ, എന്താണ് ചോദിച്ചത് നോക്കും. ഇതിനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വെയിറ്റ് എന്തിന്റെ ബേസിലാണ് തന്നിരിക്കുന്നത് അതിന്റെ ബേസിലാണ് കണ്ടാൽ മതി. ഇപ്പോൾ ബുക്ക് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസ് കണ്ടുപിടിക്കുക. മാർക്കറ്റ് വാല്യൂ ആണെങ്കിൽ മാർക്കറ്റ് വാല്യൂന്റെ ബേസ് കണ്ടുപിടിക്കുക. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്സ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഈ KD ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. KD ഇക്വേഷൻ ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ്, ഇറഡിയബിൾ ആണെങ്കിൽ ഡിവൈഡ് ബൈ NP അല്ലെങ്കിൽ P0. റിഡംഷൻ വരുമ്പോൾ RV മൈനസ് NP ഡിവൈഡ് ബൈ N ഓൾ ഡിവൈഡ് ബൈ RV പ്ലസ് NP ഡിവൈഡ് ബൈ 2 നമ്മൾ പഠിച്ചാൽ. ഓക്കെ, പ്രിഫറൻസ് ഡിവിഡൻഡ് ഇതേ സെയിം, പ്രിഫറൻസ് ഡിവിഡൻഡ് പ്ലസ് ഡിവൈഡ് ബൈ NP. റിഡംഷൻ ഉണ്ടെങ്കിൽ RVന്റെ സംഭവം കൂടെ ആഡ് ചെയ്ത് വരും. ഓക്കെ, കമ്പനിക്ക് കോസ്റ്റ് വരിക, റെഡീമൺ ആണെങ്കിൽ കോസ്റ്റ് വരിക, 2 കോസ്റ്റ് വരും. ഒന്ന് ഫിക്സഡ് ആയിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കണം. അതൊരു കോസ്റ്റാണ്. അത് കൊടുക്കുമ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡ് ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടില്ല. ബട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ കമ്പനിക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. സോ ഇൻട്രസ്റ്റിന്റെ 1 മൈനസ് ടാക്സ്. ഇത് കൂടാതെ കമ്പനിക്ക് വേറൊരു കോസ്റ്റ് വരും. കമ്പനി റിഡീം ചെയ്യുന്ന വാല്യൂ കുറച്ച് കൂടുതലായിരിക്കും, മേടിക്കുന്ന പൈസ അതിനേക്കാൾ കുറവായിരിക്കും. ആ കേസിൽ ആ കോസ്റ്റും കൂടെ ആഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റിന്റെ 1 മൈനസ് ടാക്സ് പ്ലസ് RV മൈനസ് NP. ബട്ട് ഇത് ഒരു വർഷത്തെ കാണാൻ വേണ്ടി ഡിവൈഡ് ബൈ 5 ഓൾ ഡിവൈഡ് ബൈ ആവറേജ് കാണാൻ വേണ്ടിയിട്ടാണ് RV പ്ലസ് NP ഡിവൈഡ് ബൈ 2 ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ കേസാണ്. ഞാൻ ഇക്വേഷനൊക്കെ നമ്മൾ ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂലും അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡറുടെ പോയിന്റ് ഓഫ് വ്യൂലും പ്രിഫറൻസ് ഷെയർ ഹോൾഡർ പോയിന്റ് ഓഫ് വ്യൂലും കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂലും ഒക്കെ നമ്മൾ നോക്കിയിട്ട് കറക്റ്റാണ്. ഇവിടെ ചെയ്യുന്ന കേസിൽ ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുമ്പോൾ ശ്രദ്ധിക്കണം. ഫ്ലോട്ടേഷൻ കോസ്റ്റ് പെർസെൻറ്റേജ് ആണ് തരുന്നെങ്കിൽ നിങ്ങളത് അവരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. അത് ഫേസ് വാല്യൂന്റെ മുകളിൽ, ഇഷ്യൂ പ്രൈസിന്റെ മുകളിൽ. ഇപ്പോൾ 2 കൺഫ്യൂഷൻ ആയി പോയത്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അസംഷൻ എഴുതി കൊടുക്കാം. ഇഷ്യൂ പ്രൈസിന്റെ മുകളിലാണ് നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എടുത്തത്. ഇനി ക്വസ്റ്റിന് ക്ലിയർ ആയിട്ട് ഫേസ് വാല്യൂന്റെ മുകളിലാണെങ്കിൽ അത്. ഇനി ഫ്ലോട്ടേഷൻ കോസ്റ്റ് ₹5 പെർ ഷെയർ എന്ന് പറയും. അങ്ങനെയാണ്, ബുദ്ധിമുട്ടില്ല. നേരെ ₹5 മൈനസ് ചെയ്താൽ മതി. NP എന്ന് പറയുന്ന മീനിങ് എന്താ? നെറ്റ് പ്രോസീഡ്സ്. കമ്പനിക്ക് എത്ര പൈസ കയ്യിൽ കിട്ടും. ഇഷ്യൂ ചെയ്യുന്ന പ്രൈസിന് എന്ത് മൈനസ് ചെയ്യാം? ഫ്ലോട്ടേഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ CMA, CA, CS ഈ 3 കേസിലും 3 ഡിഫറെന്റ് ആയിട്ടാണ് അവർ ഫ്ലോട്ടേഷൻ കോസ്റ്റ് പെർസെൻറ്റേജ് തരുമ്പോൾ എടുത്തിരിക്കുന്നത്. CAയിലൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ പെർസെൻറ്റേജ് തരുമ്പോൾ നേരെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്രയാണ് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റീവ് ആൻസർ കാണാറുണ്ട്. എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റിനിൽ ഓൾട്ടർനേറ്റീവ് ആൻസർ കാണും. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഫേസ് വാല്യൂന്റെ മുകളിൽ എടുക്കാം, ഇഷ്യൂ പ്രൈസിന്റെ മുകളിൽ എടുക്കാം. ഫസ്റ്റ് ഒപ്പീനിയൻ നിങ്ങൾ എന്ത് കൊടുക്കുക? ഫേസ് വാല്യൂന്റെ മുകളിൽ എടുക്കുന്ന പകരം ഇഷ്യൂ പ്രൈസിന്റെ മുകളിൽ എടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്ഥലം വിൽക്കുമ്പോൾ ആ സ്ഥലം വിറ്റ് കിട്ടുന്ന പൈസക്കാണ് കമ്മീഷൻ കൊടുക്കുക ബ്രോക്കർമാർക്ക്. ഇപ്പം 5 ലക്ഷം രൂപ വാല്യൂ ഉള്ള പ്രോപ്പർട്ടി ഒരു ബ്രോക്കർ 8 ലക്ഷം രൂപയ്ക്ക് വിറ്റ് തരുമ്പോൾ 8 ലക്ഷത്തിന് മുകളിലാണ് അവന് കമ്മീഷൻ കൊടുക്കുക, 10%. ഓക്കെ, അതേപോലെ ഇത്ര ഫേസ് വാല്യുള്ള ഷെയർ ഒരു 120 രൂപയ്ക്ക് വിൽക്കുമ്പോൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ വിറ്റ് കിട്ടുന്ന പൈസയുടെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഫ്ലോട്ടേഷൻ കോസ്റ്റ് ചാർജ്. ആ രീതിയിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ അതിന്റെ പേരിൽ ഡൗൺ ആയി പോകരുത്. അത് 2 ആൻസർ വരും, ഓൾട്ടർനേറ്റീവ് ആൻസർ വരും. ഓക്കെ, അപ്പം അത് ക്ലിയർ ആണ്. KD, KP. പിന്നെ കൺവേർട്ടബിൾ ഡിബഞ്ചറിന്റെ കേസിൽ നിങ്ങൾ RV ചെറിയൊരു ചേഞ്ച് വരും.
RV എടുക്കേണ്ടത് ക്യാഷിലാണോ അല്ലെങ്കിൽ ഷെയറിന്റെ വാല്യൂ ആണോ, ഏതാണ് ഹയസ്റ്റ് ആ വാല്യൂ എടുക്കുക. റിഡീം ചെയ്യുന്ന ക്യാഷ് ആണോ അല്ലെങ്കിൽ ആ കൺവേർട്ട് ചെയ്യുന്ന ഷെയറിന്റെ വാല്യൂ. 5 ഷെയർ കിട്ടും, ഒരു ഷെയറിന് 20 രൂപ, 5 × 20 100 രൂപയാണ് റിഡംഷൻ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. നമ്മൾ പഠിച്ചാണ് അന്നത്തെ പ്രൈസ് എടുക്കും, ഷെയറിന്റെ അന്നത്തെ പ്രൈസ്, ഇന്നത്തെ പ്രൈസ് അല്ല. 5 വർഷം കഴിഞ്ഞാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ, 5 വർഷം കഴിഞ്ഞാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ 5ാമത്തെ വർഷത്തെ ഷെയറിന്റെ പ്രൈസ് എടുക്കും, മറന്നു പോരുത്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ, മിനിമം കോസ്റ്റ് ആണ്, കമ്പനിക്ക് അത്രയും കോസ്റ്റ് വരുന്നുണ്ട്. സോ മിനിമം റിട്ടേൺ അത് കണ്ടുപിടിക്കുന്നതിനാ നമ്മൾ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. കമ്പനി എല്ലാ ഫണ്ടും കൊണ്ടുവന്നു, ഡെപ്റ്റ് കൊണ്ടുവന്നു, ഇക്വിറ്റി കൊണ്ടുവന്നു, പ്രിഫറൻസ് കൊണ്ടുവന്നു, റിട്ടേൺ ഏർണിങ്സ് ഉണ്ട്. എക്സിസ്റ്റിംഗ് കമ്പനി ആണെങ്കിൽ റിട്ടേൺ ഏർണിങ്സ് ഉണ്ട്. ഇതൊക്കെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാ. ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കമ്പനി എത്ര റിട്ടേൺ കിട്ടണം, ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എത്ര റിട്ടേൺ കിട്ടണം, അത് കിട്ടണമെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. എത്ര കിട്ടണം എന്ന് അറിയണമെങ്കിൽ ഇതിനൊക്കെ എത്ര ഫണ്ടിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട് അറിയണം. ഈ കോസ്റ്റിന്റെ ആവറേജ് കോസ്റ്റ് ആണ് WACC. അപ്പോൾ WACC 12% ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ മിനിമം 12% റിട്ടേൺ yield ഉള്ള പ്രൊജക്റ്റ് ആയിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോ WACC is also known as minimum rate of return, expected rate of return, minimum return required by the company എന്നൊക്കെ പറയാം. കമ്പനിക്ക് കിട്ടേണ്ട മിനിമം റിട്ടേൺ ആണ്, കാരണം കമ്പനിക്ക് അത്രയും കോസ്റ്റ് വരുന്നുണ്ട്. WACC 10%, കമ്പനിക്ക് 10% കോസ്റ്റ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും കമ്പനി ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മിനിമം 10% റിട്ടേൺ കിട്ടണം. ഓക്കെ, ഇതൊക്കെയാണ് WACCന്റെ കേസും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല, ഈസി ചാപ്റ്റർ ആണ്. FM ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാം ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ കാണാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ FM പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടേംസ് ആയതുകൊണ്ട് ആദ്യം പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈസിയായി മാറി. ഫസ്റ്റത്തെ 1-2 ക്ലാസ് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ നിങ്ങൾക്ക് ഈസിയായി മാറി. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് FM ഒക്കെ ആയി മാറുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, FM നല്ല രീതിയിൽ സ്കോർ ചെയ്യാം. അപ്പം മടി കാണിക്കരുത്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. അവർക്ക് വേണമെങ്കിൽ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കാം, പുതിയ ക്വസ്റ്റ്യൻസ് അവർക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, എത്ര ടഫുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് നിങ്ങൾ ഏതൊക്കെ ടൈമിലാണ് ക്യാഷ് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ എന്ന് കണ്ടുപിടിക്കുക. അത് ഏതൊക്കെ ടൈമിലാണ് വരുന്നത് അതിനൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അത് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ടൈമിന്റെ ഇഷ്യൂ ഉണ്ട്. ബാക്കി എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എക്സാം ഒന്നും നോക്കണ്ട, FM-ന് എക്സംഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.